ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതം ചർച്ചയിലേക്ക് നമുക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗതാ ദാമോദായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തി സിദ്ധാന്ത സരസ്വതി നാമിനി. ശ്രീവാഷഭാനവി ദേവി ദൈതായ കൃപാബ്ദി കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനി പ്രഭുവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീ ഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗ വൃദാഭ സിദ്ധാന്ത പ്രധാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമിസ്ഥം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമോ. മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗൗരിത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. വേദാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാമദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലപി സേവ്യമാനോ സ്മരാമി. ശ്രീമദ്രാസരസാരംഭി വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്മനൈർഗോപിർഗോപിനാഥ ശ്രീസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. വളരെ രസകരമായിട്ടുള്ള വളരെ ആശ്ചര്യകരമായിട്ടുള്ള മഹാഭാരതത്തിലേക്ക് നമുക്ക് കടക്കാം. സർവോപരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മഹാഭാരതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ എല്ലാവരുടെയും പരമസൗഭാഗ്യമാണ്. നമുക്ക് ചർച്ച തുടരാം. കഴിഞ്ഞ മഹാഭാരതത്തിൽ, അതായത് ഇന്നലെ നമ്മൾ പഠിച്ചത് യക്ഷൻ്റെ ഓരോ ചോദ്യങ്ങളാണ്. യക്ഷൻ്റെ ചോദ്യങ്ങൾക്ക് യുധിഷ്ഠിർ മഹാരാജ് വളരെ മനോഹരമായിട്ട് ഉത്തരങ്ങൾ നൽകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്, അല്ലേ? ഒന്നുകൂടെ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്നുകൂടെ എടുക്കാം. യക്ഷൻ്റെ ആദ്യത്തെ ചോദ്യം, ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് ഒരു ജീവാത്മാവ് എങ്ങനെയാണ് ഉയരുന്നത് എന്ന്. അതിൻ്റെ ഉത്തരമായിട്ട് യുധിഷ്ഠിർ മഹാരാജ് പറഞ്ഞു,
ഭഗവാനെക്കുറിച്ചുള്ള അറിവ്. എന്താണ് ഈ ഭൗതിക കെട്ടുബന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്തത് ഏറ്റവും ആവശ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും, അല്ലേ? ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൊതുവേ നമ്മളെ ബന്ധിപ്പിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ആരെങ്കിലും ഇങ്ങനെ കയറ് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയെന്നിരിക്കട്ടെ, നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കെട്ടഴിക്കാൻ പറ്റുന്നില്ല. അതിനെയാണല്ലോ ബന്ധനം എന്ന് പറയുന്നത്. എല്ലാ ബന്ധങ്ങളും ബന്ധനം തന്നെയാണ്. ഇന്ന് ഒരു ഭക്തൻ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഭക്തൻ കമൻസിൽ എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ടു, സ്വാമിജി 5 വർഷമായിട്ട് ഞാൻ സത്സംഗം കേൾക്കുന്ന ആളാണ്, പക്ഷേ സ്വാമിജിയുടെ ഇന്നത്തെ ക്ലാസ് രാവിലത്തെ ഒരുപാട് സ്ട്രോങ് ആയിപ്പോയി, എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറച്ച് വിഷമമൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. പിന്നെ ആൾ തന്നെ സോറി പറഞ്ഞു, സ്വാമിജി അതെൻ്റെ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ആയതുകൊണ്ടാണ്, എനിക്ക് ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടൊരു കണ്ണ് തുറക്കുന്ന പോലെയായിരുന്നു സത്സംഗം എന്നൊക്കെ. ഞാൻ പറഞ്ഞു, നമ്മൾ ആധ്യാത്മിക അറിവെന്ന് പറഞ്ഞാൽ ഇഞ്ചിയെ പോലെയാണെന്നാണ് ചില ആചാര്യന്മാർ പറയുന്നത്. ഇഞ്ചി രുചികരമാണോ എന്ന് വെച്ചാൽ ആണ്, പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ പിടിക്കണമെന്നില്ല. പക്ഷെ ഇഞ്ചി ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നമ്മൾ സദ്യയിൽ ഇഞ്ചി വിളമ്പുന്ന പോലെയാണ് ആധ്യാത്മിക കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിനെ പോലെയാണ് ആധ്യാത്മിക അറിവുകൾ. ആ അറിവ് വളരെ, ഉപ്പില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിന് ഒന്നും രസമില്ല. അന്നേരം ഞാൻ അദ്ദേഹത്തിനോട് മെസ്സഞ്ചറിൽ വീണ്ടും തിരിച്ച് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ അറിവുകളല്ല, ഇത് ഗുരുപരമ്പരയിലൂടെ ലഭിച്ച ആധികാരികമായിട്ടുള്ള അറിവുകളാണ്. ഇതിലൂടെ അങ്ങയുടെ കുടുംബജീവിതം കുറച്ചും കൂടെ ബെറ്റർ ആവത്തേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞു, 5 വർഷമായിട്ട് സത്സംഗം കേട്ടിട്ട് ഇതുവരെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കേൾക്കുന്നില്ല എന്നല്ലേ? കാരണം നമുക്കറിയാമല്ലോ, ഒരു 2-3 മാസമൊക്കെ സത്സംഗം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ചസാണ് വരുന്നതെന്ന് പൊതുവെ അറിയാൻ പറ്റുമല്ലോ, അല്ലേ? ഒരു മാസം തുടർച്ചയായിട്ട് ഒരു നേരത്തെ സത്സംഗമെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അന്നേരം 5 വർഷമായിട്ടൊക്കെ കേട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആള് മറുപടി ഒന്നും അയച്ചില്ല. അന്നേരം മനസ്സിലായി. സോ എനിക്ക് മിക്കവാറും തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ സത്സംഗം കേൾക്കുന്നുണ്ടായിരിക്കാം, എന്നിട്ട് ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം മത്സ്യമാംസാദികൾ കഴിക്കാനും അതിനുമൊക്കെ. അന്നേരം അവരതിനു വേണ്ടി തയ്യാറാവുന്നില്ലായിരിക്കാം, പ്രത്യേകിച്ച് ഈ കലിയെക്കുറിച്ച് ഇന്ന് കേട്ടപ്പോൾ. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും മെസ്സേജിലൂടെ തീർത്തത്, എൻ്റെ കുടുംബജീവിതം കുളമാക്കിയോ സ്വാമിജി. എന്നിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ ഭക്തര് ഭാഗവതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരും ഗൃഹസ്ഥരല്ലേ. അന്നേരം മറ്റുള്ള മിണ്ടാപ്രാണികളെയൊക്കെ കൊന്നിട്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത്? അതില്ലാതെ തന്നെ നമുക്ക് ആസ്വദിച്ചൂടെ? നല്ല പച്ചക്കറിയൊക്കെ കഴിച്ച് നമുക്ക് ജീവിച്ചൂടെ? അതിലൂടെ ഏറ്റവും നല്ലതല്ലേ സസ്യാഹാരമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം ആരോഗ്യപരമായിട്ടും നമുക്ക് വളരെ നല്ല ആയുസ്സും വർദ്ധിക്കാം, ഹെൽത്തി ആയിരിക്കും. അന്നേരം മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനോ, അല്ലേ? അന്നേരം ഒരു ചോറും പരിപ്പും ഒരു ഡെയിലി നമുക്ക് കഴിക്കാവുന്നതിൻ്റെ ആ ഒരു അളവിന് കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടുണ്ടാവത്തില്ല, എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. പക്ഷേ അതിന് പകരം നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാം കുത്തി നിറയ്ക്കുന്നു, അതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല, പ്രത്യേകിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ചൊക്കെ. എനിവേ, അതൊക്കെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അന്നേരം ഇവിടെ കെട്ടുബന്ധനങ്ങളിൽ നിന്ന് ഒരു വ്യക്തി എങ്ങനെയാണ് ഉണരുന്നത് എന്നായിരുന്നു യക്ഷൻ്റെ ആദ്യത്തെ ചോദ്യം. ആ ആദ്യത്തെ ചോദ്യത്തെ ചുറ്റിപ്പറ്റി മറ്റു ചോദ്യങ്ങളുണ്ട്. അന്നേരം കെട്ടുബന്ധനങ്ങൾ, ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചെല്ലാവരും കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തത കിട്ടാൻ വേണ്ടിയാണ്. ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അന്നേരം ആ കെട്ടിവെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് അതിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അഴിക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ നമ്മുടെ വാസന, നമ്മുടെ ആഗ്രഹങ്ങൾ,
ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ അത് നമ്മളെ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൻ്റെ യഥാർത്ഥ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഭഗവാന്റെ സേവനം ചെയ്യുക. യഥാർത്ഥത്തിൽ ആത്മാവ് ഭഗവാന്റെ ലോകത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലേ? നമ്മൾ ഈ ശരീരമല്ല. ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ബന്ധങ്ങളും നമുക്കുണ്ട്, പക്ഷെ അതെല്ലാം താൽക്കാലികമാണ്. അതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭഗവാന്റെ സേവനമാണ്. പക്ഷെ ഇത് അറിഞ്ഞിട്ടും നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയും. അതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ഊരാം? വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്താണ്? കാരണം ഇപ്പോൾ സത്സംഗത്തിൽ തന്നെ നമ്മുടെ പല ഭക്തരും, ഈ സത്സംഗിക്കുന്ന പല ഭക്തരും അവരൊക്കെ ആഗ്രഹിക്കുന്നു പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കാനും ഭഗവാന്റെ സേവനം ചെയ്താൽ ജീവിതാന്ത്യ വേളയിലെങ്കിലും സമാധാനത്തോടെ കഴിയും. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്ന ബന്ധനങ്ങൾ അവരെ അതിൽ നിന്നും പുറത്തു വരാൻ അനുവദിക്കുന്നില്ല, അല്ലേ? അതിനെയാണ് കെട്ടുബന്ധനങ്ങൾ എന്ന് പറയുന്നത്. അന്നേരം എങ്ങനെ ഇതൊക്കെ വന്നു? അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഭക്തിക്ക് തടസ്സമായിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു 6ാമത്തെ അധ്യായത്തിൽ. കാരണം അർജുൻ്റെ ചോദ്യമാണ്, ആധ്യാത്മികതയിൽ മുന്നേറുന്നൊരു വ്യക്തി അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാതെ വീണ്ടും അവർ ഭൗതികതയിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർ ഭൗതികതയിലും ഇല്ല ആധ്യാത്മികതയിലും ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല എന്ന് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അതായത് ജീവിതാന്ത്യം വരെയും അവർ പരിശ്രമിച്ചിട്ടും അവർക്ക് അവരുടെ പരിപൂർണതയിലേക്ക് എത്താൻ കഴിയില്ല. പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മാലിന്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് മാറണം. എല്ലാം നമ്മുടെ അനർത്ഥങ്ങളെല്ലാം മാറിയിട്ട് പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ പറ്റണം. അന്നേരം ആ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് ഉയരാൻ കഴിയുന്നില്ല? അന്നേരം ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പരിപൂർണമായിട്ടും ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ ശരീരമല്ലല്ലോ, നമ്മൾ ആത്മാവാണ്. ഇത് ഞാനൊരു എത്രയോ പ്രാവശ്യം എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ്. പക്ഷെ ഇതാണ് ഏറ്റവും മെയിൻ ബേസിക്സ്. ഒരു കണക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതാണ് മെയിൻ. അതേപോലെ നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരമല്ല, ആത്മാവാണ്. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ ലോകത്ത് നമ്മൾ ശരീരം എടുത്തു കഴിയുമ്പോൾ, അമ്മയുടെ ഗർഭത്തിൽ വന്ന് ശരീരം എടുത്ത് നമ്മൾ ജനനത്തിന് ശേഷം അല്ലേ നമുക്കൊരു പുതിയ ജീവിതം കിട്ടുകയാണ്. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഈ ശരീരമാണ്, ശരീരമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളൊക്കെ ഇത് എൻ്റെ ബന്ധുക്കളാണ്. ഇങ്ങനെ പലതും നമ്മളിങ്ങനെ ചിന്തിച്ച് ഊഹാപോഹങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇതാണ് എല്ലാം എന്ന് പറഞ്ഞ് ജീവിക്കും. പക്ഷെ അതാണ് എല്ലാം എങ്കിൽ, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുവകൾ, വ്യക്തികൾ ഇത് തന്നെയാണ് എല്ലാം എങ്കിൽ മരണസമയത്ത് എന്തുകൊണ്ട് നമുക്കിതെല്ലാം നഷ്ടപ്പെടുന്നു? അത് എന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതെല്ലാം നമ്മുടേതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ഇനി അടുത്ത പ്രശ്നം എന്താണെന്നറിയാം? ശരി, എന്തായാലും നമ്മൾ ഈ ജന്മത്തിൽ വന്നു, നമുക്ക് ഇതെല്ലാം താൽക്കാലികമാണെന്നറിയാം. അന്നേരം പിന്നെ കുഴപ്പമില്ലല്ലോ, എന്തായാലും ഇതെല്ലാം തീരും. എന്നിട്ട് ഉള്ളിടത്തോളം കാലം ഒരു നേരം പോക്കെന്ന് വേണമെങ്കിൽ നമുക്ക് ജീവിക്കാമല്ലോ, അതിലെന്താ തെറ്റെന്ന് പറയാം. ഓക്കെ, ഒരു പ്രോജി പറയുന്നു, നമ്മളൊക്കെ ഭഗവാനിൽ എത്തും എന്ന് ഭഗവാന് നന്നായി അറിയാം, പിന്നെ എന്തിനാണ് ഈ ബന്ധനങ്ങൾ നൽകിയത്? നമ്മളല്ല ഭഗവാനല്ല നൽകിയിരിക്കുന്നത്, നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങുകയാണ്. ഓർമ്മയില്ലേ നമ്മൾ സത്സംഗത്തിൽ ആദ്യം മുതലേ പറഞ്ഞത്? നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ലോകത്തിരുന്നവരാണ്. നമുക്ക് ഭഗവാനിൽ നിന്ന് അകന്നൊരു ജീവിതം വേണമായിരുന്നു, നമ്മുടേതായിട്ടുള്ളൊരു ജീവിതം വേണമായിരുന്നു, നമ്മൾ മാത്രമായിട്ടുള്ളൊരു ജീവിതം. അവിടെ മുതലാണ് ഈ അധപ്പതനം ആരംഭിച്ചത്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നമുക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല, ഈ ശരീരമായിട്ട് ഒരു ബന്ധമില്ല, ഈ ശരീരത്തിൻ്റെ ആവശ്യം പോലും ഇല്ല, പ്രാണവായുവിൻ്റെ പോലും ആവശ്യം നമുക്കില്ല യഥാർത്ഥത്തിൽ. കാരണം നമ്മൾ ആത്മാവാണ്. ആത്മാവിന് ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല, വായുവിൻ്റെ ആവശ്യമില്ല, ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, ഉറക്കത്തിൻ്റെ ആവശ്യമില്ല. ആത്മാവിന് ആവശ്യമില്ല, ശരീരത്തിനാണ് ആവശ്യം. ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ആവശ്യം. പക്ഷെ ആത്മാവിന് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലേ? കാരണം ഒന്ന് ആലോചിച്ചു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലേ, അത് ആത്മാവിനെ സ്പർശിക്കുന്നില്ലല്ലോ. ശരീരത്തിനകത്താണ് ആ ഭക്ഷണം. ഒരു ശരീരത്തിന് വേണ്ടുന്ന പോഷണമൊക്കെ ലഭിക്കുന്നു, വേസ്റ്റ് ആയിട്ടുള്ളത് പുറത്തു പോകുന്നു അല്ലേ. ശരീരത്തിനാണ് ആ ഭക്ഷണം ഹെൽപ്പ് ആവുന്നത്, പക്ഷെ ആത്മാവിലേക്ക് എത്തുന്നില്ല. ശ്വസിക്കുന്നത് പ്രാണവായു ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ആത്മാവിന് പ്രാണവായുവിൻ്റെ ആവശ്യമില്ല, ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, ഉറക്കം ശരീരത്തിന് വേണ്ടിയാണ്. ആത്മാവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കമൻസിലിടൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അന്നേരം അതാണ് പരമ യാഥാർത്ഥ്യം. അന്നേരം ആദ്യത്തെ ഒരു കെട്ടുബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരമാണ്. പിന്നെ അടുത്ത ബന്ധനം എന്ന് പറഞ്ഞാൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ശരീരങ്ങളെ നമ്മുടേതായിട്ട് നമ്മൾ കാണുന്നു. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെയും മറ്റ് ശരീരങ്ങളെയും അത് നമ്മുടേതായിട്ട് കാണുന്നു. നമ്മുടെ ശരീരം പോലും നമ്മുടെ കൂട്ടത്തിലില്ല അല്ലെങ്കിൽ കാണത്തില്ല എങ്കിൽ പിന്നെ മറ്റ് ശരീരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ കാണാൻ പോകുന്നത്? വല്ലാത്തൊരു കൺഫ്യൂഷനും വല്ലാത്തൊരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ശരീരത്തെ നമ്മളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതുകൂടാതെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുവകളെയും നമ്മുടേതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഞാനെന്നുള്ള തെറ്റിദ്ധാരണ, എൻ്റേതെന്നുള്ള തെറ്റിദ്ധാരണ, ഇതാണ് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ പുറത്തു വരേണ്ടത്. ക്ലിയറായോ? അതായത് നിങ്ങൾ വളരെ ഇപ്പോൾ ഈ സത്സംഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ ശരീരമാണോ? ഞാൻ ഈ ശരീരമാണ് എങ്കിൽ എനിക്ക് ഈ ശരീരത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയണ്ടേ? എൻ്റെ നിയന്ത്രണത്തിലല്ല ഈ ശരീരം. രാത്രി കിടന്ന് ഉറങ്ങിയതിന് ശേഷവും നമുക്ക് ഈ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ളിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഈ ശരീരത്തിൽ ഒരു നിയന്ത്രണവും നമുക്കില്ല. എന്തായാലും നമ്മളൊരു തെറ്റിദ്ധാരണയിലാണ് ഈ ശരീരമാണ് ഞാൻ എന്ന്. പക്ഷെ യാഥാർത്ഥ്യം ഇതിനകത്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ. അന്നേരം എന്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പെട്ടുപോകുന്നു? അതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നു? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇതിൽ നിന്ന് ഈ ബന്ധനത്തിൽ നിന്ന്, ഈ ശരീരമാകുന്ന ബന്ധനത്തിൽ നിന്ന്, ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും കൂടെ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. എനിക്ക് ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇതിനകത്ത് വന്ന് ഇരിക്കുന്നു? ശരി, ഇപ്പോൾ ഞാൻ ഈ നിമിഷം ഞാൻ തീരുമാനിക്കുന്നു ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട്. പിന്നെ എന്തുകൊണ്ട് ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ല? നിങ്ങളിപ്പോൾ ഈ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കൂ, ഭഗവാനെ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് മുക്തനാകണം, എനിക്ക് അങ്ങയുടെ ലോകത്തേക്ക് എത്തണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്നില്ല? ആ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ആഗ്രഹിക്കുന്ന നിമിഷം നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയണ്ടേ? പക്ഷെ പറ്റുന്നില്ല. ഒരു ഭക്തൻ, പ്രഭു, ശരീരമില്ലെങ്കിൽ ആത്മാവ് ശൂന്യമല്ലേ? ശരീരമുള്ളത് കൊണ്ടല്ലേ നമുക്ക് ബുദ്ധിയും ബോധവും എല്ലാം ഉള്ളത്? അല്ല മോനെ, അങ്ങനെയല്ല. ആത്മാവ് ഉണ്ടായതുകൊണ്ടാണ് ശരീരമുള്ളത്. ആത്മാവാണ് മെയിൻ. കാരണം ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന് രൂപം നശിക്കുകയല്ലേ. അന്നേരം രണ്ട് ശരീരമുണ്ട് നമുക്ക്. ഈ ആത്മാവിന് രണ്ട് ശരീരമുണ്ട്, ഒന്ന് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. മനസ്സിലായില്ലേ? അന്നേരം സ്ഥൂല ശരീരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സൂക്ഷ്മ ശരീരം ഇതിനകത്തുണ്ട്. അതാണ് ഈ മനസ്സ്, ബുദ്ധി എന്നൊക്കെ പറയുന്നത്. പിന്നെ ബോധം എന്ന് പറയുന്നത് ആത്മാവ് എന്തിനെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കുന്നു അതാണ്. അന്നേരം ഈ ബോധം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ തന്നെ ഒരു എനർജിയാണ്. ആത്മാവ് ബോധത്തിലൂടെയാണ് ഈ ശരീരമായിട്ട് കണക്റ്റഡ് ആവുന്നത്. ഒരു ആത്മാവിനെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കാം, ശരീരത്തിനെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കാം. ക്ലിയർ ആണോ ജിഷ്ണു? അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്
എന്തുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക് വരുന്നു? കാരണം ഇന്നലത്തെ രണ്ടാമത്തെ ചോദ്യം വളരെ കിടിലൻ ചോദ്യം. രണ്ടാമത്തെ സ്വയം എന്ത്? അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. വളരെ ഡീപ്പ്. കാരണം ഈ രണ്ട് യക്ഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിമനോഹരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ വളരെ ഡീപ്പ് എന്നും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഭക്ത പറഞ്ഞു വലിയ ആഗ്രഹമുണ്ട് പോകാൻ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ആഗ്രഹമുണ്ട് നമുക്ക്. അതായത് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ, നിങ്ങളെല്ലാവരും ഈ നിമിഷം വേണമെങ്കിൽ ആഗ്രഹിച്ചു, ഭഗവാനെ എനിക്ക് ഈ നിമിഷം അങ്ങയുടെ ഗോലോകത്തിലേക്ക് പോകണം എന്നൊരു നിമിഷം ആഗ്രഹിച്ചു. എന്നിട്ടും എന്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത്? നമുക്ക് ഈ ശരീരം ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. പക്ഷേ ഈ ശരീരം ഇല്ലാതെ ആത്മാവിന് എന്തുകൊണ്ട് ഇതിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല? കാരണം യഥാർത്ഥത്തിൽ ഈ ശരീരമായിട്ട് നമുക്കൊരു ബന്ധമില്ല എന്നല്ലേ നമ്മൾ പറയുന്നു. ഒരു ഭക്ത പറയുന്നു, ഹരികൃഷ്ണ, കർമ്മബന്ധങ്ങളിൽ പെടുന്നത് കൊണ്ടാണോ നാം വിചാരിക്കുന്നുകൊണ്ട് എത്താൻ സാധിക്കാതെ? യെസ്, സത്യം. അടുത്ത ഒരു ചോദ്യം, നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നമുക്ക് ഇത്രയും കാലം ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഗുരുദേവൻ സത്സംഗത്തിൽ കൂടിയാണ് കുടുംബജീവിതം നടക്കി. അങ്ങനൊന്നും വിചാരിക്കണ്ട. ഈ പാണ്ഡവരൊക്കെ ആരാ? അവരും കുടുംബജീവിതത്തിലല്ലേ ജീവിക്കുന്നു, അല്ലേ? കുടുംബജീവിതം അല്ല തെറ്റ്. യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള കുടുംബജീവിതം? കുടുംബജീവിതം ഇല്ലാതെ ഇരുന്നിട്ടും കാവിയിട്ടിട്ടിരുന്നാലും ആ കാവിയുടേതായിട്ടുള്ള രീതി നമ്മൾ ഇരുന്നില്ല എങ്കിൽ അതും പ്രശ്നമാണ്. അന്നേരം മെയിൻലി നമ്മൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കൂ, ആ തത്വം മനസ്സിലാക്കൂ. ആ തത്വം എന്ന് പറഞ്ഞാൽ പരമസത്യം, പരമാർത്ഥത്തെ മനസ്സിലാക്കൂ. ഞാൻ ഇപ്പം പറഞ്ഞത് നമുക്ക് ഒന്നും കൂടെ ചിന്തിക്കാം. നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത്രയും വേദന അനുഭവിക്കുന്നു? ശരീരത്തിനൊരു വേദന വരുമ്പം അത് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ശരീരത്തിനൊരു സുഖം ലഭിക്കുമ്പോൾ അത് എനിക്കൊരു സുഖമായിട്ട് തോന്നുന്നു. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. വൈ? ബിക്കോസ് വി ആർ സോ മച്ച് കണക്റ്റഡ് ടു ദിസ് ബോഡി. നമ്മൾ ഈ ശരീരമായിട്ട് അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ശരീരത്തിൻ്റെ എല്ലാ എഫക്ട്സും ആത്മാവിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതിന് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സിനിമ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയിൽ വളരെയധികം മഗ്നനായിട്ടിരിക്കുന്ന വ്യക്തി ആ സിനിമയുടെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസിൽ അതേ ഇമോഷൻസ് പ്രകടിപ്പിക്കും. പക്ഷെ അത്രത്തോളം ശ്രദ്ധിച്ചിരിക്കാത്ത വ്യക്തി അത്രത്തോളം ഇമോഷണൽ ആവത്തില്ല സിനിമയിലെ ദൃശ്യങ്ങൾ കണ്ടിട്ട്. കറക്റ്റ് അല്ലേ? അന്നേരം അതേപോലെ നമ്മൾ ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ വേദന നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. പക്ഷേ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആവുന്നു, എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആകാതെ ഇരിക്കാം, അത് നമ്മുടെ കയ്യിലാണ്. ചില വ്യക്തികൾക്ക് ശരീരത്തിന് ചെറിയൊരു വേദന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര അസഹനീയമായിട്ട് അവർക്ക് തോന്നും. പക്ഷെ ചില വ്യക്തികൾക്ക് ചില സമയത്ത് ഒരു വിരലിൻ്റെ ഒരു ഭാഗം അറ്റുപോയാലും അവരിങ്ങനെ കൂളായിട്ടിരിക്കും. അതെന്താണ് അങ്ങനെ? അതായത് അതിൻ്റെ അർത്ഥം വേദന സഹിക്കാൻ പറ്റുന്നതിൻ്റെ അർത്ഥം അവർ ശരീരബോധത്തിൽ നിന്ന് പുറത്താണ് എന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അനസ്തീഷ്യ കൊടുത്താലും ശരീരത്തിൽ വരുന്ന ചേഞ്ചസിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ സർജറിയൊക്കെ ചെയ്യുമ്പോൾ കൂളായിട്ടിരിക്കും. അതായത് ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൻ്റെ ബോധം, കോൺഷ്യസ്നെസ്, അത് ഏതിലാണ് അറ്റാച്ച്ഡ്? ബേസിക്കലി കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ. നമ്മൾ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതെങ്കിൽ നമ്മൾ ശരീരമായിട്ട് അറ്റാച്ച്ഡ് ആയി പോകും. അതായത് ഒരു 100 പ്രാവശ്യം കണ്ണാടി നോക്കുക, നമ്മുടെ എങ്ങനെയുണ്ട് ലുക്സൊക്കെ, എല്ലാം പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീണ്ടും ഒന്ന് തൃപ്തി ചെയ്യുന്നില്ല, ഒന്നുകൂടെ ലുക്സ് ഇങ്ങനെ ആക്കുന്നു. അതായത് നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച് എന്ത് പറയുന്നു, നല്ലത് പറയുന്നു, ചീത്ത പറയുന്നു, നമ്മളെ സ്തുതിച്ച് പറയുന്നു, അല്ലെങ്കിൽ പിന്നെ കളിയാക്കി പറയുന്നു, അതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവുന്നു. നമ്മുടെ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു 100 പ്രാവശ്യം ആ ഫോട്ടോയിൽ നോക്കുന്നു. കൊള്ളാമല്ലോ, ഭയങ്കര ലുക്കാണല്ലോ, കുറച്ച് ഇതും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം, ഈ താടി മീശയുടെ ഇവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്താൽ ഭയങ്കര ലുക്കായിരിക്കും.
അന്നേരം ഇതിനെയൊക്കെയാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇടുന്ന വസ്ത്രത്തിൻ്റെ നിറത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നു. മനസ്സിലായില്ലേ? അന്നേരം ഇതിൻ്റെ അർത്ഥം ഇതൊന്നും വേണ്ട എന്നല്ല. പ്രഭുജി പറയുന്നു, ഞാൻ ശരീരമല്ല ആത്മാവ് എന്ന ബോധം ഉണ്ടെങ്കിൽ ഒരു വേദനയ്ക്കും പ്രശ്നം. സത്യം. അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ ബോധത്തിലിരിക്കണം. നിങ്ങൾ വേണമെങ്കിൽ ഈ സത്സംഗം കഴിഞ്ഞിട്ട് 1 മിനിറ്റ് അങ്ങനെ ഇരുന്ന് നോക്കൂ. എത്ര സുഖമാണ് നിങ്ങൾ അനുഭവിക്കുന്നറിയോ. അതായത് ഈ ശരീരത്തിൻ്റെ ബലഹീനതകളിൽ നിന്നെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് മുക്തരാകാൻ പറ്റും. ചിന്തിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ ആ ഫീൽ ചെയ്യണം. ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സത്സംഗം കഴിഞ്ഞതിന് ശേഷം കണ്ണടച്ചിട്ട് നിങ്ങളൊരു 10-20 പ്രാവശ്യം സ്വയത്തോട് പറയൂ, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഇത് പറയുക മാത്രമല്ല, നിങ്ങളത് ഫീൽ ചെയ്യൂ. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ആ പ്രാണനെ ഫീൽ ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഈ കാണുന്ന ഈ ശരീരത്തെ, അതിൻ്റെ അപ്പുറത്തായിട്ടിരിക്കുന്ന നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, അതിനപ്പുറത്തായിട്ടിരിക്കുന്ന നിങ്ങളുടെ അസ്ഥികൾ, ഇതിനെല്ലാം അപ്പുറത്തായിട്ട് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അന്വേഷിക്കും. അത് നമ്മൾ ഈ കാണുന്ന സ്കെലിറ്റൻ, അതിനൊക്കെ അപ്പുറത്ത്, ഇൻറ്റേർണൽ ഓർഗൻസിനും അപ്പുറത്തായിട്ട്, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന വായുവിനും അപ്പുറത്തായിട്ട് ഒരു ഫോഴ്സ് ഇരിപ്പുണ്ട്. അതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ. എന്നിട്ട് ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്, അൺലിമിറ്റഡ്ലി പവർഫുള്ളാണ്. ഈ ലോകത്ത് ഒരു ശക്തിക്കും ആ ഊർജത്തെ തടയാൻ കഴിയില്ല. അതാണ് ആത്മാവെന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ പല രീതിയിലും പറയുന്നത്. ആത്മാവിനെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല, ആത്മാവിനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഇത് ചെയ്യാൻ കഴിയില്ല, അത് ചെയ്യാൻ കഴിയില്ല, ഇതിനൊക്കെ അപ്പുറത്താണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ, അന്നേരം അതിനെക്കുറിച്ചും ഭഗവാൻ പറയുന്നു. ആത്മാവിനെക്കുറിച്ച് പല വ്യക്തികളും വളരെ ആശ്ചര്യകരമായിട്ട് സംസാരിക്കും. വളരെ ആശ്ചര്യത്തോടു കൂടി ആൾക്കാർ അതിനെക്കുറിച്ച് കേൾക്കും. പല വ്യക്തികളും ആശ്ചര്യകരമായിട്ട് അതിനെ കാണും. പക്ഷെ ഇതൊക്കെ കേട്ടാലും ചിലവർക്കൊന്നും മനസ്സിലാവത്തില്ല. സത്യമായിട്ടുള്ള കാര്യമല്ലേ. അതിൽ ആത്മീയ ജ്ഞാനം, ആ സ്പിരിച്വൽ നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്നുള്ള ഒരു അറിവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അല്ലാതെ നിങ്ങൾ ഈ തത്വത്തെ മറന്നിട്ട് നിങ്ങൾ സത്സംഗം കേൾക്കുമ്പോൾ, സ്വാമിജി ഇങ്ങനെ എന്തൊക്കെയോ പറയും, സ്വാമിജിക്ക് എന്തും പറയാം, സ്വാമിജിക്ക് വേറെ എന്താ ജോലി, സ്വാമിജി ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മളിന്ന് എന്തോ ഡൊണേഷൻ തട്ടിയെടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്, എല്ലാവരും എല്ലാം ഉപയോഗിച്ചിട്ട് ആശ്രമത്തിൽ വരും, എന്നിട്ട് പ്രോപ്പർട്ടി എല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടി. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയുന്നതിൽ എന്തോ ഒരു സത്യമുണ്ട്. അന്നേരം നമ്മുടെ ഒരു ഭക്തർ ചോദിക്കുന്നു, ഗുരുജി നമ്മുടെ ജീവവായുവിലാണോ ആത്മാവുള്ളത്? അതെ, ഉള്ളിൽ നിന്ന് പറയാൻ കഴിയില്ല. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ആത്മാവ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വായുവിൽ ഇങ്ങനെ ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒഴുകി നിൽക്കുകയാണെന്നുള്ള. ഒരു ബന്ധവുമില്ല, വായുവായിട്ട് ഒരു ബന്ധമില്ല, ശരീരമായിട്ട് ഒരു ബന്ധമില്ല. ഇങ്ങനെ ഫ്രീ ആണ്. ആക്ച്വലി ആത്മാവ് ഫ്രീ ആണ്, പക്ഷെ ഫ്രീ അല്ല. അതാണ് ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു. അന്നേരം ആത്മാവ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ എന്താ ഒരു പവർ എന്നറിയോ. സത്യം. കാരണം നിങ്ങളാണത്. നിങ്ങൾ ഈ ശരീരമല്ല. ഈ ശരീരത്തിന്റെ പ്രായം നിങ്ങളുടെ പ്രായമല്ല. ഈ ശരീരത്തിന്റെ രോഗം നിങ്ങളുടെ രോഗമല്ല. ഈ ശരീരത്തിന്റെ ബലഹീനതകൾ ഒന്നും നിങ്ങളുടെ ബലഹീനതകളല്ല. ഇതിന്റെ പരിമിതികളൊന്നും നിങ്ങളുടെ പരിമിതികളല്ല. ഒരു പരിമിതി ഇല്ലാത്ത അസീമിതമായിട്ടുള്ള ശക്തിയുടെ ഉറവിടമായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ ഇതിനകത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. പക്ഷെ ഇതിന് പകരം നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അയ്യോ, എനിക്ക് രോഗമുണ്ട്, എനിക്ക് വയ്യ, എന്നെ അപമാനിച്ചു, എന്നെ അവർ വിഷമിപ്പിച്ചു. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല, നിങ്ങളെ അപമാനിപ്പിച്ചിട്ടില്ല. ഈ ലോകത്ത് ആർക്കും നിങ്ങളെ അപമാനിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആത്മാവാണ്.
ശരീരത്തെക്കുറിച്ചാണ് ആൾക്കാർ കുറ്റം പറയുന്നത്. ആത്മാവിൻ്റെ അടുത്തേക്ക് ആർക്കെത്താൻ കഴിയും? എൻ്റെ കയ്യിൽ ഇതില്ല, അതില്ല, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. നമുക്കൊന്നിൻ്റെ ആവശ്യമില്ല. ശ്വാസത്തിൻ്റെ പോലും ആവശ്യമില്ല. ഒരു പ്രാണവായുവിൻ്റെ പോലും ആവശ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക? അതാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത് എല്ലാ ദിവസവും. അതാണ് നമ്മൾ, അതിനെക്കുറിച്ചാണ് കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ടത്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബ് അകത്തുനിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? കാരണം എന്താ? ഇതാണ് യാഥാർത്ഥ്യം. അന്നേരം നമ്മളെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ ഇത്രയും നമുക്ക് പോസിറ്റീവ് വൈബ് അകത്തുനിന്ന് കിട്ടുന്നെങ്കിൽ പരമാത്മാവിനെ കുറിച്ച് എന്ത് പറയാം? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു അതേപോലെ സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന പരമാത്മാവ് സർവ്വതിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി അടുത്തത് എന്താ? ആത്മാവും പരമാത്മാവുമായിട്ട് എന്നെന്നുമായിട്ടൊരു ശാശ്വത ബന്ധമുണ്ട്. ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം പോലെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കും വീട്ടിൽ കുത്തിയിരിക്കാൻ കഴിയില്ല. സത്യമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടായിരിക്കും സത്സംഗം കേൾക്കുമ്പോൾ എന്നോട് പല ആൾക്കാർക്കും വിരോധം തോന്നുന്നു. ഈ എന്താ പറയുക, കാവി ഇട്ടവൻ്റെ സത്സംഗം എന്ന് കേൾക്കാൻ തുടങ്ങി അന്ന് മുതൽ നമ്മുടെ ജീവിതം നാരദ മഹർഷിയെ ദക്ഷൻ ശപിച്ചതുപോലെ. പക്ഷെ സത്യമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ലോകത്ത് നടന്ന പലതുമാണ് നമ്മൾ എല്ലാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ്. ഒരു ഭക്ത പറയുന്നു, ഒന്നും അറിയുന്നില്ല, ആത്മാവ് അതുപോലെ മനസ്സിനെയും കൊണ്ടുവരണം, ശരീരത്തിലായതുകൊണ്ട് അത് കഴിയുന്നുമില്ല ഗുരുദേവൻ. ഓക്കെ, അന്നേരം ഒരു ഭക്ത പറയുന്നത് ശരിയാണ് ഗുരുദേവ്, പക്ഷെ ബന്ധങ്ങളാവുന്ന ബന്ധനങ്ങൾ സമ്മതിക്കുന്നില്ല. സമ്മതിച്ചോ ഇല്ലയോ, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ ഞാൻ പറയുമ്പം തന്നെ നിങ്ങൾക്കൊരു ഫീലിങ്സ് കിട്ടുന്നില്ലേ? കാരണം അത് റിയാലിറ്റിയാണ്. ഊഹാപോഹങ്ങളാണെങ്കിൽ ഇതിന്റെ അർത്ഥമില്ലല്ലോ. ഇത് നമ്മൾ ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിയിലുള്ള വ്യക്തിയാണെങ്കിലും ഏത് രാജ്യക്കാരനാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആരത് മനസ്സിലാക്കി ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാം? നമുക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റും. ഓ, വി ആർ നോട്ട് ദിസ് ബോഡി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഒരു 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 ലോജിക്ക് വെച്ച് നമ്മൾ ഈ ടോപ്പിക്കിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് മനസ്സിലാവും വാട്ട് ഐ എം ഡൂയിങ്. ഞാൻ എന്തുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? എന്താണ് ഞാൻ ഇവിടെ ചെയ്തു? ഞാൻ എന്തുവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ ആരുടെ അച്ഛൻ, ആരുടെ അമ്മ, ഏത് ഭർത്താവ്, ഏത് ഭാര്യ, ഏത് കുട്ടി, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ അതാണ് റിയാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ എന്തായിരിക്കണം നമ്മുടെ സമീപനം? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അവർ റെസ്പോൺസിബിലിറ്റീസ്? നമ്മുടെ ഉത്തരവാദിത്തത്തിനോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? ഇതിനെ മനസ്സിലാക്കിയിട്ട് വിരക്തിയോടുകൂടി എല്ലാ ഉത്തരവാദിത്വങ്ങളും എടുക്കണം. ഈ ഒരു അറിവിനെ, ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അതായത് ഞാൻ ഇതൊന്നുമല്ല, ഇതിനെല്ലാം അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഫീൽ ചെയ്യുക. ആ ഫീലിങ്സോടുകൂടി നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. ഭാര്യയുടെ കർത്തവ്യങ്ങൾ, ഭർത്താവിൻ്റെ കർത്തവ്യങ്ങൾ, അച്ഛനമ്മമാരുടെ കർത്തവ്യങ്ങൾ, കുട്ടികളുടേതായിട്ടുള്ള കർത്തവ്യങ്ങൾ, സമൂഹത്തിൽ ഏതൊക്കെ സ്ഥാനം, അപ്പോഴാണ് ഇതൊക്കെ. ഇതേപോലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ ശ്രേഷ്ഠരായിട്ടുള്ള മഹാത്മാക്കളാണ് പാണ്ഡവർ. അതുകൊണ്ട് കുടുംബജീവിതം വേണ്ട എന്നല്ല, സന്യാസിയായിട്ട് ഇരിക്കൂ എന്നല്ല, ഈ ഒരു തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ തത്വത്തെ ഫീൽ ചെയ്തുകൊണ്ട്, അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എടുക്കൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ആ വ്യക്തി ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദുര്യോധനും ഭരിക്കുന്നുണ്ട് രാജ്യം, പക്ഷെ പാണ്ഡവർ ഭരിക്കുന്ന പോലെ ഭരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം പാണ്ഡവരുടെ ഉള്ളിൽ ഈ ഫീലിങ്സ് ഉണ്ട്. അതായത് യക്ഷൻ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ഇത്രയും ചർച്ച ചെയ്യേണ്ടി വരികയാണ്. പക്ഷെ യുധിഷ്ഠിര മഹാരാജ് ഒറ്റ വാക്കിലാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആളുടെ കോൺഷ്യസ്നെസ് എന്തുമായിരിക്കും? സൂപ്പർ കോൺഷ്യസ് ആയിരിക്കും, വെരി ഹൈ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അതുകൊണ്ട് എന്താണ്,
നമ്മൾ പറയാറ് എന്തോ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുന്നില്ല എന്ന് പറയുന്ന പോലെ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാലും യുധിഷ്ഠിരൻ സ്ഥിരതയോടുകൂടി, അതാണ് യുദ്ധത്തിൽ പോലും സ്ഥിരതയോടുകൂടി നിൽക്കുന്നവരാണ് യുധിഷ്ഠിരൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമുക്ക് വേണ്ടത്. സി, ഭഗവാൻ ശ്രേഷ്ഠനാണ്, അത് ഒരു സംശയമില്ല. കാരണം ഭഗവാനാണല്ലോ. ഗുരുവായൂരപ്പനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും ആള് അടിപൊളിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും, അല്ലേ? കാരണം ഭഗവാനാണ്. പക്ഷേ ഭഗവാൻ അല്ലാത്തൊരു വ്യക്തി ആ ക്വാളിറ്റീസ് കാണിക്കുമ്പോൾ അത് അമേസിംഗ് ആണ്. ഭഗവാന് സ്ഥിരതയോടുകൂടി നിൽക്കുക. കാരണം ഭഗവാനല്ലേ, ഭഗവാൻ സ്ഥിരനായിട്ട് നിന്നേ പറ്റൂ. അതിൽ വലിയ അത്ഭുതമില്ല. പക്ഷെ ഭഗവാന്റെ ഒരു ഭക്തൻ ആ ക്വാളിറ്റി കാണിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയെ സല്യൂട്ട് ചെയ്യണമെന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ശ്രീരാമസ്വാമി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീരാമസ്വാമിയെ കാട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള യുധിഷ്ഠിര മഹാരാജിൽ നിന്ന്, പാണ്ഡവരിൽ നിന്നാണ്, ദ്രൗപദി ദേവിയിൽ നിന്നാണ്, കുന്തി ദേവിയിൽ നിന്നാണ്. കാരണം ഏത് സാഹചര്യത്തിലും നമ്മുടെ സ്ഥിരത എങ്ങനെ നഷ്ടപ്പെടാതെ ഇരിക്കാം, ഉറച്ചു നിൽക്കുക ധർമ്മത്തിൽ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, ഞാൻ ഈ ശരീരമൊന്നും അല്ലെന്ന്. അതുകൊണ്ട് കൊട്ടാരത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ നിർവഹിക്കും. ഇനി എന്തോ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ വിഷമവുമില്ല. അത് നമ്മുടേതായിട്ടുള്ള കർമ്മ ദുരിതങ്ങൾ എന്ന് ചിന്തിച്ച് അവർ സമാധാനിക്കുന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പാഠം. കാരണം മറ്റു ഏത് വ്യക്തികളെക്കാട്ടി ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത്, ഭഗവാനെക്കാട്ടിയും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട പാണ്ഡവരിൽ നിന്നാണ്. കാരണം നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ്. അവർ കുടുംബജീവിതം നയിച്ചവരാണ്, വലിയ വലിയ ചക്രവർത്തികളായിട്ട് രാജ്യം ഭരിച്ചിരുന്ന വ്യക്തികളാണ്. അവർക്കിത് പറ്റുമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാൻ ശ്രമിച്ചുകൂടെ? ഇത്രയും തിരക്കിട്ട് അവർ ജീവിക്കുമ്പോഴും പലതും അവർക്ക് നഷ്ടപ്പെട്ടിട്ടും വളരെ എളുപ്പത്തിൽ പലതും നേടിയെടുക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും വഴുതി വീഴാതെ അവർ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല? അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയില്ലേ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇത്രയും ഉയരത്തിലിരുന്ന വ്യക്തി, ലോകം മുഴുവൻ, ദേവന്മാർ മുഴുവൻ ബഹുമാനിച്ചിരുന്ന ആ ഒരു സ്ഥാനത്തിൽ നിന്നും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരികയാണ്. നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, കാട്ടിൽ, ഉൾക്കാടുകളിൽ പോയി ജീവിക്കേണ്ടി വരികയാണ്. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് കാടുകൾ പിന്നെയും സേഫ് ആണെന്ന് പറയാം, അന്നാണെങ്കിൽ എന്തുമായിരിക്കും? 5000 വർഷം മുമ്പേ ഒരു കാടെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? 12 വർഷം വനവാസം എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വനങ്ങളൊക്കെ കാണുന്നത് വല്ലപ്പോഴും ഒക്കെ പിക്നിക്കിന് വേണ്ടിയൊക്കെയാണ്. ഒരു ദിവസം പോലും ഒരു വനത്തിൽ നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു ഭക്തൻ പറയുന്ന, എൻ്റെ ആത്മാവിൻ്റെ രൂപം എൻ്റെ ശരീരം പോലെ തന്നെയാവുമോ? അല്ല. കാരണം നമുക്ക് ശരീരം മാറിക്കൊണ്ടേയിരിക്കുമല്ലേ. ചിലപ്പോൾ മനുഷ്യ ശരീരമാകാം, അല്ലെങ്കിൽ പിന്നെ മൃഗശരീരമാവാം, അത് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആത്മാവിൻ്റെ രൂപമില്ല. കാരണം എന്തുകൊണ്ട്? അത് നമുക്ക് നഷ്ടപ്പെടും. കാരണം ഇത് ഭൗതിക ലോകമല്ലേ, ശരീരമായിട്ട് ബന്ധപ്പെട്ട ലോകമല്ലേ. അതുകൊണ്ട് ഇവിടെ ആത്മാവിൻ്റെ സ്വരൂപത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ആത്മാവിന് ഇപ്പോൾ രൂപമില്ല. രൂപമില്ല എന്ന് പറഞ്ഞാൽ രൂപമില്ല എന്നല്ല, രൂപത്തിൻ്റെ ആവശ്യകതയില്ല. അതുകൊണ്ട് രൂപത്തിൻ്റെ ആക്സസിബിലിറ്റി ഇല്ല. ഇപ്പം ആത്മാവിൻ്റെ അവസ്ഥ ബീജാവസ്ഥയിലാണ്. ഇനി ആത്മാവ് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഏത് രൂപമാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം നമ്മൾ പാണ്ഡവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടത്, കൗരവരെക്കുറിച്ച് ആരെന്തൊക്കെ പറഞ്ഞാലും, ദുര്യോധനൻ വലിയ മഹാത്മാവാണ്, കർണൻ എന്തൊക്കെ ഭയങ്കര ആത്മാവാണെന്നൊക്കെ പറഞ്ഞാലും പാണ്ഡവരുടെ ഒരു അംശം പോലും വരത്തില്ല. ആർക്ക് പറ്റും ഇങ്ങനെ ദുരിതങ്ങളൊക്കെ സഹിക്കാൻ? ഇത്രയൊക്കെ സഹിച്ചിട്ട് മിണ്ടാതിരിക്കാൻ ആർക്ക് പറ്റും? ദുര്യോധനോ കർണനോ ഇതേപോലെ 12 വർഷം വനവാസം സഹിക്കാൻ പറ്റുമോ? 1 വർഷം അജ്ഞാതവാസം സഹിക്കാൻ പറ്റുമോ? എവിടുന്ന്? ഒരു സൂതപുത്രനാണെന്ന് പറഞ്ഞപ്പോഴേ കർണൻ ഇത്രയും വിഷമമാണെങ്കിൽ 1 വർഷം അജ്ഞാതവാസത്തിൽ ദുരിതങ്ങൾ എന്തുമാത്രം പാണ്ഡവർ അനുഭവിച്ചിരിക്കുന്നു. അത് ഇവർക്ക് ഇത്രയും അർഹത ഉണ്ടായിട്ടും. കാരണം
കർണൻ സൂര്യപുത്രനാണെങ്കിലും യഥാർത്ഥത്തിൽ സൂതപുത്രനായിട്ടാണ് വളരുന്നത്. അതിനെ മറ്റുള്ളവർ പറയുമ്പോൾ നീ ഒരു സൂതപുത്രനാണെന്ന് പറയുമ്പോൾ അതിനെ ഒരു അപമാനമായിട്ട് കർണൻ കാണുന്നതിന്റെ ആവശ്യം എന്താണ്? അവിടെ പല പ്രാവശ്യവും കർണന്റെ കാര്യം വരുമ്പോൾ അവിടെ ജാതി എന്നുള്ള രീതിയിലാണ്, ജാതിയുടെ പേരിൽ മാറ്റി നിർത്തി എന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. കാരണം ഹസ്തിനപുരിയിൽ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പ്രദർശനമായിരുന്നു. കുടുംബത്തിലുള്ള കുട്ടികളുടെ പ്രദർശനമായിരുന്നു. അവരുടെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം അവരുടെ ശക്തി പ്രദർശിപ്പിക്കുകയാണ്. ആ രാജകുടുംബത്തിലുള്ള, അന്നേരം അവിടെ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവല്ല, ഇത് കുടുംബത്തിന്റെ ഇതല്ലേ, അതിൽ നീ എന്തിനാണ് കളിക്കുന്നത്? മനസ്സിലാവുണ്ടോ? ഇവിടെ ഒരു ടോപ്പിക് അങ്ങനെ വന്നുകൊണ്ട് ഞാൻ കർണനെ കുറിച്ച് പറയുന്നത്. അന്നേരം പാണ്ഡവരുടെ ഗ്രേറ്റ്നെസ് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറയുന്ന പല തത്വങ്ങൾക്കും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ഈ ഒരു തത്വം ക്ലിയർ ആകുമ്പോൾ മാത്രമാണ്. അതായത് ഞാൻ നിങ്ങളോട് പറയുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭഗവാനാണ്, 24 മണിക്കൂറും ഭഗവാന്റെ നാമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ സ്വാമിജി ഇതെന്താ പറയുന്നത്? പക്ഷേ ഈ ഒരു അടിത്തറ നമ്മുടെ ക്ലിയർ ആണെങ്കിൽ വളരെ ലോജിക്കലായിട്ട് തോന്നും. ശരിയാ സ്വാമിജി പറഞ്ഞു, ജപിക്കല്ല, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി പലതും ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ജപമാണെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ കാര്യം നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ അതെന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? അടിസ്ഥാനം ക്ലിയർ അല്ല. ഇത് തന്നെയല്ലേ ശങ്കരാചാര്യൻ പറയുന്ന അഹം ബ്രഹ്മാസ്മി, നീ ശരീരമല്ല, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ബ്രഹ്മമാണ്, അത് നീ മനസ്സിലാക്കൂ എന്നാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. തത്വമസി, നീ ഇതല്ല, നീ അതാകുന്നു. ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ബേസിക് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് നിരീശ്വരവാദിയായിട്ട് ഇരിക്കാൻ കഴിയില്ല. ഇനി അന്ധവിശ്വാസി ആകാനും കഴിയില്ല. നിരീശ്വരവാദത്തിനും കാരണം, അന്ധവിശ്വാസത്തിനും കാരണം ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വം അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ശരീരമല്ല, ആത്മാവാണെന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ഒരുമാതിരി ജീവിതമായിട്ടിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ കൺഫ്യൂഷൻസ് വരുന്നതിൻ്റെ എല്ലാം കാരണം ഇതാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? അന്നേരം ഇതാണ് നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. അന്നേരം ഒരു ആത്മാവ് എങ്ങനെയാണ് കെട്ടുബന്ധനങ്ങളിൽ നിന്നും മോചിതനാകാൻ കഴിയുന്നത്? എന്തിലൂടെ? അന്നേരം എന്താണ് കെട്ടുബന്ധനം എന്നാണ് ഞാൻ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അന്നേരം നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ, ഒരു ഭക്ത പറയുന്ന കൗരവർ എന്തുകൊണ്ട് ആത്മാവിനെ കുറിച്ചുള്ള ബോധമില്ലായിരുന്നു, അവരുടെ വിദ്യാഭ്യാസ സമയത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ ഗുരുജി? ഇപ്പം നമുക്കും അതൊക്കെ പറഞ്ഞു തന്നില്ല, എന്നിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല. പണ്ടത്തെ മനസ്സ് ഇപ്പോഴുള്ള മനുഷ്യർക്ക് വരാത്തത് എൻ്റെ ഗുരുദേവ്, ദുഷ്ടതകൾ കൂടുന്ന ഒരു സ്ഥലത്തും, കാരണം അതിനെക്കാട്ടിയും പുണ്യം കുറഞ്ഞ ആത്മാക്കളാണ് നമ്മൾ. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും, എല്ലാവരും അതേപോലെ കേൾക്കണമെന്നുണ്ടോ? അവരവരുടെ സ്വീകാര്യത പോലെയല്ലേ? അവർക്ക് അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അവരുടെ ചോയ്സ്. അവർക്കും അറിയാം ശരീരമല്ല ആത്മാവാണെന്ന്, എല്ലാവർക്കും അറിയാം. പക്ഷേ ആഴത്തിൽ ചിന്തിക്കത്തില്ല. നമ്മുടെ പ്രശ്നം അതല്ലേ? നമ്മൾ കാണുന്നു, കേൾക്കുന്നു, സത്സംഗം കേൾക്കുന്നു, ശരിയാ സ്വാമിജി പറഞ്ഞു, പ്രത്യേകിച്ച് ഇതൊന്നും ഒരു കാര്യമില്ലേ, പക്ഷെ എന്നിട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇപ്പോഴും അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നമുക്ക് ലഭിച്ച അറിവ് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുന്നത് വരെ അത് മനസ്സിലായിട്ടില്ല എന്നല്ലേ സത്യം? അതായത് വണ്ടിയെക്കുറിച്ച് നമ്മൾ തിയററ്റിക്കലി പഠിച്ചു, ഇത് ക്ലച്ച്, ഇത് ഗിയർ, സ്റ്റിയറിംഗ് എന്നൊക്കെ പഠിച്ചു. പക്ഷെ നമ്മൾ ഇതുവരെയും വണ്ടി ഓടിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. അതായത് ഈ അറിവുകൾ നമ്മൾ ജീവിതത്തിൽ അത് അനുഭൂതികളായിട്ട് മാറുന്നത് വരെ ഒരർത്ഥവും ഇല്ല. സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? എത്ര നമുക്ക് അറിവ് ലഭിച്ചാലും അത് നിങ്ങളുടെ ചോയ്സാണ്. ഇത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണമെന്ന്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം സാക്ഷാത്കാരം നിങ്ങൾക്ക് കിട്ടും. പ്രാക്ടീസിലൂടെ മാത്രമേ, നിങ്ങൾ ഇത് ആചരിക്കുന്നതിലൂടെയാണ് സാക്ഷാത്കാരം കിട്ടുന്നത്, അനുഭവം കിട്ടുന്നത്, അനുഭൂതി കിട്ടുന്നത്. ആ അനുഭൂതി കിട്ടുമ്പോൾ
അതൊരു പ്രത്യേക ഒരു സുഖമാണ്. കാരണം അതാണല്ലോ യാഥാർത്ഥ്യം. ക്ലിയർ ആയല്ലോ അല്ലേ? അതുകൊണ്ട് നമ്മളാണ് നിശ്ചയിക്കേണ്ടത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം. അന്നേരം കൗരവർ എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തില്ല? അവർക്ക് താല്പര്യമില്ല. അവർക്കെന്താ? രാജ്യം, സ്വത്ത്, അതും ഇതുമൊക്കെ, ഇതിലാണ് താല്പര്യം. അന്നേരം ധർമ്മവും അധർമ്മമായിട്ടുള്ള പോരാട്ടം എന്നും ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ക്ലാസ്സിൽ ഒരു കൂട്ടം കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളും പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ടത്തരവും. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ആര് പഠിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ പഠിക്കണമെന്ന് ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. സോ നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നു നമ്മുടെ റോൾ മോഡലായിട്ട്, വഴികാട്ടിയായിട്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയിട്ട് അന്നേരം ഈ കെട്ടുബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴി? എന്താണ് നമ്മളെ സഹായിക്കാൻ കഴിയുക? ഭഗവാനെ കുറിച്ചുള്ള അറിവ്. ഒരു ഭക്തൻ പറയുന്നു, കൗരവർ ഭഗവാനെ നേരിട്ട് കാണുന്നത് അല്ലേ, എന്നിട്ടും തെറ്റ് ചെയ്യുന്നു. കണ്ടാൽ മാത്രം പോരല്ലോ, ഭഗവാനാണെന്ന് തിരിച്ചറിയണ്ടേ? നമ്മളും ഗുരുവായൂർ പോയിട്ട് ഭഗവാനെ കാണാറില്ലേ? എല്ലാവരും കാണാറില്ലേ? അതും ഭഗവാന്റെ വിഗ്രഹത്തെ കാണുന്നതും. അതായത് കൗരവരും പാണ്ഡവരും ഭഗവാനെ കാണുമ്പോൾ എന്ത് അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയത്, അതേ അനുഗ്രഹം തന്നെയാണ് നമ്മൾ ഗുരുവായൂരിൽ പോയി ഗുരുവായൂരപ്പനെ കാണുമ്പോഴും നമുക്ക് കിട്ടുന്നത്. നമുക്കത് അറിയുന്നില്ല, നമ്മൾ തോന്നുന്നത് വിഗ്രഹമാണെന്ന് തോന്നും, പക്ഷേ ഭഗവാൻ തന്നെയാണത്. ഭഗവാനും ഭഗവാന്റെ വിഗ്രഹവും ചിത്രമായിട്ട് വ്യത്യാസമില്ല. നമ്മൾ അതിനെ ചിത്രമായിട്ട് കാണുന്നു, അതുകൊണ്ട് ഭഗവാൻ അല്ല എന്ന് ചിന്തിക്കുന്നു. അത് ഭഗവാന്റെ ചിത്രം, അത് ഭഗവാന്റെ രൂപം, അത് ഭഗവാന്റെ വിഗ്രഹം, ഭഗവാന്റെ പടം. പക്ഷെ ഭഗവാനാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതേപോലെ കൗരവർ അറിയുന്നില്ല. അത് യദുകുലത്തിൽ ജനിച്ച ഒരു കാലിച്ചക്കൻ, രാജാവാനുള്ള യോഗ്യതയൊന്നുമില്ല, എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്നൊക്കെ പറയുന്നു. ആര് കണ്ടിരിക്കുന്നു? ഗോവർദ്ധനം പൊക്കിയെന്നോ കംസനെ കൊന്നെന്നോ? ഇതെല്ലാം അവൻ്റെ മായാവി പണികളാണ്. അല്ല നേരെ യുദ്ധമൊന്നും ചെയ്യാൻ ആൾക്കറിഞ്ഞൂടാ. ഇങ്ങനെയാണ് കൗരവർ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മളും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഗുരുവായൂരപ്പൻ ഇത് നമ്മുടെ ഭഗവാനെന്ന് പറയുമ്പോൾ അത് വെറും ഒരു കല്ലല്ലേ, എന്തോ നിങ്ങളിങ്ങനെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അന്നും നിരീശ്വരവാദികളുണ്ട്, ഇന്നും നിരീശ്വരവാദികളുണ്ട്, എന്നും നിരീശ്വരവാദികൾ. ഹിരണ്യകശിപു പ്രത്യക്ഷത്തിൽ ഭഗവാൻ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ദേവന്മാരെല്ലാവരും അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നു. ഹിരണ്യകശിപു, ഏത് ഈശ്വരനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ത്രിലോകങ്ങളിൽ ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ, ഹിരണ്യകശിപു. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആളാണ്. എത്ര വിഡ്ഢിയാണ് നോക്കണേ. അവസാനം എന്തായി? ഭഗവാൻ കാണിച്ചു കൊടുത്ത ആരാ ഭഗവാനെന്ന്. ഓക്കെ, അതുകൊണ്ട് നിരീശ്വരവാദികൾ എന്നും ഉണ്ട്, അന്നും ഉണ്ട്, എന്നും ഉണ്ട്. അതുകൊണ്ട് ഭഗവാനെ കണ്ടതുകൊണ്ട് കണ്ടു എന്നല്ല, കാണേണ്ട രീതിയിൽ കാണണം. ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിയെ ഒരു സാധാരണ വ്യക്തിയായിട്ടും ആർക്കെങ്കിലും കാണാം. അതായത് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തി എന്നിരിക്കട്ടെ, ഏതോ കുഗ്രാമത്തിൽ ജീവിക്കുന്ന വ്യക്തി, ആൾക്ക് ന്യൂസോ ഒന്നും ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. ആ വ്യക്തിയുടെ മുമ്പിൽ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ആള് ആരുടെ ഇവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടോ? കണ്ടു, പക്ഷെ കണ്ടില്ല, അറിഞ്ഞുകൂടാ. അന്നേരം അറിവ് വേണം, തിരിച്ചറിവ് വേണം ഈ വ്യക്തി ആരാണെന്ന്. അത് ഭീഷ്മർക്കുണ്ടായിരുന്നു, ദ്രോണാചാര്യർക്കുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് തലയ്ക്കകത്തോളമുള്ള കുറച്ച് പേർക്കുണ്ട്. പാണ്ഡവർക്ക് അത് ഒരുപാടുണ്ട്. കുന്തി ദേവിക്ക് അറിയാം, ശിശുപാലനെ അറിഞ്ഞുകൂടാ, ഭഗവാനെ നോക്കി ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് തുടരാം. ഒരു ഭക്ത പറയുന്നത്, എൻ്റെ ചേട്ടൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ ഗുരുവായൂരപ്പനെ വിശ്വാസമാണ്, ഗീതാഭാഗവതത്തില്ല. എന്തോ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തോ ഗീതാഭാഗവതം പഠിച്ചുകൂടെ? ഗീതാഭാഗവതം എല്ലാ പാർട്ടിക്കാർക്കും ഉള്ളതാണ്. ഏത് പാർട്ടിയാണ്, ഏത് സ്ഥാനാർത്ഥി, ഏത് ജാതി, ഏത് മതമാണെങ്കിലും ആർക്കും. കാരണം ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും ഇതാണ്, അല്ലാതെ ഒരു പാർട്ടിയുടെ ആളൊന്നുമല്ല. ആൾ ഒരു പാർട്ടിയുടെ കൂട്ടത്തിലുമല്ല, ഒരു പാർട്ടിക്ക് എതിരെയല്ല. ഭഗവാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്.
നമുക്ക് തുടരാം. ഓക്കെ. അന്നേരം ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് മോചിതനാകണമെങ്കിൽ ആ വ്യക്തിക്ക് എന്താ വേണ്ടത്? ഭഗവാന്റെ അറിവാണ് വേണ്ടത്. ഭഗവാനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? ഭഗവാൻ ആധ്യാത്മികമാണ്. ഭൗതികമായിട്ടുള്ള ഒരു മാലിന്യങ്ങളും ഭഗവാന്റെ ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റും? അത്രയും പരമോന്നതമായിട്ടുള്ള ആ പരിശുദ്ധിയായിട്ട് നമുക്കൊരു സമ്പർക്കം ലഭിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? നമ്മളും പരിശുദ്ധരാവും. ഓം അജ്ഞാന തിമിരന്തസ്യ. ഇരുട്ടത്തെ നമുക്ക് കാണാൻ കഴിയില്ല, എന്താണ് ആരാണ് എന്താണെന്നൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ ഇരുട്ട് മാറിക്കഴിയുമ്പോൾ പ്രകാശം വരുമ്പോൾ എന്താണ്? എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ. ഞാൻ ഇതല്ലല്ലോ, ഞാൻ അതല്ലേ. അന്നേരം ആ ഭഗവാനാകുന്ന സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ ഉദിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ പറയുന്നത്. അന്നേരം നമുക്ക് ഈ ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? ഭഗവാനെ കുറിച്ചുള്ള അറിവ്. ഓക്കെ. ഇനി നമുക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? ആരാണ് നമ്മുടെ കൂട്ട്? ഭഗവാനെ കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടും, അങ്ങനെയൊക്കെ. അന്നേരം നമ്മുടെ കൂട്ട് ആരാണ്? അന്നേരം പറയുന്നു നമ്മുടെ സദ്ഗുണങ്ങളാണ് നമ്മുടെ കൂട്ട്. ഇപ്പം നേരത്തെ കുറച്ച് ഭക്തർ പറഞ്ഞില്ലേ, എല്ലാവരും ഇതൊന്നും ഫോളോ ചെയ്യാറില്ല. അന്നേരം പിന്നെ നമുക്ക് ആരുടെയെങ്കിലും ഒരു കൂട്ട് വേണ്ട ഇതിലോട്ട് മുന്നോട്ട് പോകാൻ. അന്നേരം നമ്മുടെ ഗുണങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടം. അതായത് എല്ലാവരും കള്ളന്മാരാണ്, അതുകൊണ്ട് നമ്മളും കള്ളത്തരം ചെയ്യുന്നു. നോ, നമ്മൾ സത്യസന്ധരായിട്ടിരിക്കുക. ആ സത്യസന്ധതയാണ് നമ്മുടെ കൂട്ട്. കാരണം ഈ ഗുണങ്ങളായിരിക്കും ജീവിതാന്ത്യ വേളയിലും നമ്മളുടെ കൂട്ടത്തിൽ വരുന്നത്. സത്യമല്ലേ? നമ്മൾ ഈ ലോകത്തെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ആരെങ്കിലും അതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ എന്തു പറയുന്നത്, നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അതൊന്നുമല്ല. നമ്മുടെ ഗുണങ്ങൾ എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ്, അതാണ് അടുത്ത ജന്മത്തിലേക്ക് ക്യാരി ഫോർവേഡ് ആവുന്നത്. അതുകൊണ്ട് നേട്ടങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ഗുണങ്ങളിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് കൂട്ടാരാണ്? നമ്മുടെ ഗുണങ്ങളാണ്. ഓക്കെ. ഭഗവാന്റെ അറിവ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ കെട്ടുബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അന്നേരം നമുക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് വേണ്ടേ? ഗുണങ്ങളുണ്ട്. നമ്മുടെ ഗുണങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ട്. അത് എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ കാണും. ബാക്കി ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മുടെ ഗുണങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അന്നേരം ഉടനെ അടുത്ത ചോദ്യം, നമുക്കൊരു വഴികാട്ടി വേണ്ടേ ആരെങ്കിലും? ശരി, ഗുണങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പക്ഷേ ഈ നല്ല മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ധർമ്മമാണ് നമ്മുടെ വഴികാട്ടി. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നിയമം. എന്താണ് നിയമം? ഭഗവാന്റെ നിയമം. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഗീതയിലൂടെയും ആചാര്യന്മാരിലൂടെയും, അല്ലേ? ഇപ്പം നമ്മളെല്ലാവരും നാമം ജപിച്ചു തുടങ്ങി, 4 യമനിയമങ്ങൾ പാലിച്ചു തുടങ്ങി. എങ്ങനെ അത് മനസ്സിലാക്കി? ഇതാണ് ഭഗവാന്റെ ധർമ്മം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, എങ്ങനെ ഒരു വ്യക്തിക്ക് ഇതിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ഇതിൽ ഉറച്ചു നിൽക്കേണ്ടത്? സത്യം. കാരണം ഇതാണ് പരമസത്യം, ബാക്കിയെല്ലാം മിഥ്യയാണ്. അത് നമ്മൾ ശരീരം, നമ്മൾ ആത്മാവാണ്. നമ്മൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, നമ്മുടെ ഗുണങ്ങൾ, ഇതൊക്കെ സത്യമാണ്. അതുകൊണ്ട് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറയാം. ഓക്കെ. അടുത്ത ചോദ്യം വളരെ കിടിലം അല്ലേ? ആ ചോദ്യമാണ് നമ്മൾ പിന്നെ ഇന്നലെ ബ്രേക്ക് എടുത്തത്. ഒരു വ്യക്തി വിദ്വാനാകുന്നത് എന്തിലൂടെയാണ്? വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ ഒരു വ്യക്തി വിദ്വാനാകുന്നു. ഒരു വ്യക്തി എങ്ങനെയാണ് ഉയരുന്നത്? നമ്മൾ ഇപ്പോഴും പറയാറില്ലേ, വളരെ ഉയർന്ന നിലവാരമുള്ള വ്യക്തിയാണ്. എങ്ങനെ? തപസ്യയിലൂടെയാണ് ഒരു വ്യക്തി ഉയരുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ എത്രത്തോളം തപസ്യ ചെയ്യുന്നോ, അതായത് 4 യമനിയമങ്ങൾ പാലിക്കുന്നത് ഒരു തപസ്യല്ലേ. തപസ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ചുറ്റുപാടുകളിൽ പല വ്യക്തികളും പലതും ചെയ്യും, നമുക്കും പലതും ചെയ്യാൻ തോന്നും, പക്ഷെ എന്നിട്ടും നമ്മൾ നോ പറയുമ്പോൾ അതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത്, ചെയ്യേണ്ടത് താല്പര്യം ഇല്ലാഞ്ഞിട്ടും ചെയ്യണം, അതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജപിക്കാൻ താല്പര്യമില്ല എന്നിട്ടും നമ്മൾ ചെയ്യണം, അതാണ് തപസ്യ എന്ന് പറയുന്നത്. 16 മാല ജപിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം 16 മാല ജപിക്കുക, 4 യമനിയമങ്ങൾ പാലിക്കുക. ഇതാണ് കലിയുഗത്തിലെ തപസ്യ. ഈ ഒരു തപസ്യ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബോധം ഉയരും. ഒരു വ്യക്തിയെ ഉയർത്തുന്നത് ആ വ്യക്തിയുടെ
ലുക്കോ ആ വ്യക്തിയുടെ വേഷവിധാനോ സമ്പത്തോ അല്ല. ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ ഉയർത്തുന്ന ആ വ്യക്തിയുടെ ചിന്താഗതിയാണ്, ആ വ്യക്തിയുടെ ബോധമാണ്, ഒരു വ്യക്തിയുടെ സംസാരവും പെരുമാറ്റവുമാണ്. കറക്റ്റ് അല്ലേ? ഒരു വ്യക്തിയെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? ആ വ്യക്തിയുടെ പെരുമാറ്റത്തിനനുസരിച്ചല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ദുൽ കലാം സാറിനെ ഒരു അന്യമതക്കാരനാണ്, ഒരു സയൻറ്റിസ്റ്റാണ്, പിന്നെ എത്രയോ സയൻറ്റിസ്റ്റുകാരുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഇത്രയും ഓർക്കുന്നു? എന്തുകൊണ്ട് ബാക്കി സയൻറ്റിസ്റ്റുകളുടെ പേര് പോലും നമുക്ക് അധികം ഓർമ്മ കാണത്തില്ല? നമുക്ക് ന്യൂട്ടനെ അറിയാം, ഐൻസ്റ്റൈനെ അറിയാം, പക്ഷേ അബ്ദുൽ കലാം സാറിനെ നമ്മൾ എന്തായാലും ഓർക്കും. എന്തുകൊണ്ട്? ആളുടെ ലുക്ക് കൊണ്ടാണോ? ഇപ്പോൾ എത്രയോ നടന്മാരൊക്കെ പല പല ഭയങ്കര ലുക്സുള്ള നടന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരോട് നമുക്ക് ഒരു ആകർഷണവും ഭയങ്കര ലുക്ക് എന്നൊക്കെ പറയും, പക്ഷേ ഇദ്ദേഹത്തിനോടുള്ളൊരു ബഹുമാനം അവരോടൊന്നും കാണത്തില്ല. എന്താണ് അതിൻ്റെ കാരണം? ആ വ്യക്തിയുടെ പെരുമാറ്റം, ആ വ്യക്തിയുടെ ചിന്താഗതി, ആ വ്യക്തിയുടെ കോൺട്രിബ്യൂഷൻസ്. അന്നേരം ഒരു വ്യക്തി ഉയരുന്നത് ആ വ്യക്തിയുടെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും ചിന്ത, പെരുമാറ്റം, സംസാരം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ? തീർച്ചയായിട്ടും ഫോമർ പ്രസിഡന്റ് ആണ്, പക്ഷെ എത്രയോ പ്രസിഡന്റുമാർ വന്നും പോകുന്നു അല്ലേ? അന്നേരം നമ്മൾ തപസ്യ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി ഉയരുന്നത്. അന്നേരം തപസ്യ ചെയ്യുമ്പോൾ എന്ത് പറ്റും? പലതും ചെയ്യാൻ, തെറ്റുകൾ ചെയ്യാൻ തോന്നും, പക്ഷെ ചെയ്യാതിരിക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ എന്നിട്ടും ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് തപസ്യ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എന്തിനു വേണ്ടി? ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടി. ഈ ലോകത്തിൽ സാധാരണ വ്യക്തികൾക്ക് കിട്ടുന്നതിനും അപ്പുറത്തായിട്ട് ഒരു ഉയർന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ ഉയരാൻ ആഗ്രഹിക്കുന്നു. അതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. ഇനി അതായത് ഇന്നലെ അടുത്ത ചോദ്യം, ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. എന്താണ്? ഇന്ന് നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ? കുറച്ച് നേരം കൂടെ, എന്നിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ബുദ്ധി, രണ്ടാമത്തെ സ്വയം, അതെന്താണെന്ന് ചോദിച്ചു. അന്നേരം അത് കൂടാതെ രണ്ടാമത്തെ സ്വയം എന്താണെന്ന് പറഞ്ഞു. അന്നേരം യുധിഷ്ഠിര മഹാരാജ് പറയുകയാണ്, ബുദ്ധിയാണ് രണ്ടാമത്തെ സ്വയം. ഒരു വ്യക്തി ബുദ്ധിമാനാകുന്നത് എങ്ങനെയാണ്? ബുദ്ധിയുള്ളവരുടെ സേവനം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി ബുദ്ധിമാനാകുന്നു. ഓക്കെ, ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് ഈ രണ്ടാമത്തെ സ്വയം എന്താണെന്ന് നമുക്ക് ഒന്നും കൂടെ വിശദീകരിക്കാം കേട്ടോ. യക്ഷൻ പല പല വിഷയങ്ങളെക്കുറിച്ച് വേറെ പല ചോദ്യങ്ങളും ചോദിച്ചു. ബോധം എവിടെ നിന്ന് വരുന്നു? ആത്മാവിൽ നിന്ന് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആത്മാവിൻ്റെ എനർജിയാണ് ബോധം എന്ന് പറയുന്നത്. അന്നേരം ലൗകിക കാര്യങ്ങളെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചും ഇത് കൂടാതെ പല പല ചോദ്യങ്ങൾ യക്ഷൻ ചോദിച്ചു. അന്നേരം യുധിഷ്ഠിര മഹാരാജ് അതെല്ലാം വളരെ വിശദമായിട്ട്, വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ സ്പഷ്ടമായിട്ട് നൽകി. അവസാനം യക്ഷൻ പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തനാണ്. ഇനി എൻ്റെ അവസാനത്തെ 4 ചോദ്യങ്ങൾ, അതിന് ഉത്തരം നൽകൂ. എന്നിട്ട് അതിനുത്തരം നീ നൽകുകയാണെങ്കിൽ ഞാൻ നിന്റെ 4 സഹോദരന്മാരിൽ ഒരു സഹോദരന് ജീവൻ നൽകാം. ഓക്കെ, ഇനിയുള്ള 4 ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മിനിറ്റ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള തത്വങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ മൃഗതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും. മൃഗങ്ങൾക്കൊന്നും ഒരിക്കലും ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുമോ? ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അല്ലേ? അന്നേരം
ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. യക്ഷൻ പറയുകയാണ്, ഞാൻ യുധിഷ്ഠിര നിന്റെ ഉത്തരങ്ങളിൽ വളരെ തൃപ്തനാണ്. ഇനി അവസാനമായിട്ട് 4 ചോദ്യങ്ങളും കൂടെ ഉള്ളൂ എനിക്ക്. അതിൽ നീ ഉത്തരം നൽകുകയാണെങ്കിൽ, അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ ബോധം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രഭുപാദജി വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം പറയുന്നു. എ ഫൂൾ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് അൺടിൽ ആൻഡ് അൺലെസ് ഹി ഓപ്പൺസ് ഹിസ് മൗത്ത്. ഒരു മണ്ടനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ആ വ്യക്തി വാ തുറക്കുന്നത് വരെ. കറക്റ്റായിട്ടുള്ളൊരു കാര്യം. അന്നേരം ഒരു വ്യക്തിയുടെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയുടെ ബോധത്തെ നമുക്ക് അളക്കാൻ കഴിയുക, അല്ലേ? അന്നേരം ഇവിടെ അതേപോലെ യുധിഷ്ഠിര മഹാരാജൻ്റെ ബോധം, ഉയർന്ന ബോധത്തെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന തത്വമൊക്കെ പ്രഭുപാദ്ജിയുടെയും ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഗുരു മഹാരാജിൽ നിന്ന് അടിയന് ലഭിച്ച അറിവാണ്. അതൊന്ന് ആലോചിക്കുക, പ്രഭുപാദ്ജിയുടെ ലെവൽ എന്തുമായിരിക്കും, അല്ലേ? പ്രഭുപാദ്ജിയുടെ ആ ചിന്താഗതി എത്ര ഉയർന്ന ചിന്താഗതിയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള 4 ചോദ്യങ്ങൾ കേട്ടോ, വളരെ സൂപ്പർ ചോദ്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, ഈ 4 ചോദ്യങ്ങൾക്കും കൂടെ നീ ഉത്തരം നൽകുകയാണെങ്കിൽ യുധിഷ്ഠിര, നിന്റെ ഒരു സഹോദരനെ ഞാൻ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞു. അന്നേരം എന്താണ് ആ ചോദ്യങ്ങൾ? ഈ ലോകത്ത് ആരാണ് സുഖത്തിൽ കഴിയുന്നത്? യഥാർത്ഥത്തിൽ സുഖിച്ചു കഴിയുന്നത് ആരാണ്? രണ്ടാമത്തത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഒരു മിനിറ്റ്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, തുടരാം. ഈ ലോകത്ത് ആരാണ് യഥാർത്ഥത്തിൽ സുഖിച്ചു കഴിയുന്നത്? പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? പിന്നെ ഒരു മിനിറ്റ്, ഒരു കാര്യം ഞാൻ അതിൻ്റെ കുറച്ചും കൂടെ അതിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അതിന് കറക്റ്റായിട്ടുള്ളൊരു വാക്ക് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റ്. എന്നിട്ട് നമ്മൾ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്ത് പറയാം കേട്ടോ. അന്നേരം 4 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം, ആരാണ് ഈ ലോകത്തിൽ സുഖിച്ചു കഴിയുന്നത്?
നല്ല സുഖിച്ചു കഴിയുന്ന ആരാണ്? രണ്ടാമത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യം എന്താണ്? ഇനി ശാശ്വതമായിട്ടുള്ള അതായത് ധർമ്മത്തെ, അതായത് സനാതന ധർമ്മത്തിലേക്കുള്ള വഴി ഒരു വ്യക്തിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ആദ്യത്തെ ചോദ്യം, ആരാണ് സുഖിച്ചു കഴിയുന്നത്? അന്നേരം അതിൽ പറയുന്നു, കടമില്ലാതെ സ്വന്തം വീട്ടിൽ ലളിതമായിട്ടുള്ള ജീവിതവും നല്ല ലളിതമായിട്ടുള്ള ഭക്ഷണവും കഴിച്ച് വിരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും സുഖിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അതായത് സ്വന്തം വീട്ടിൽ കടബാധ്യതയൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ടുള്ള ഒരു ഭക്ഷണവും കഴിച്ച് ഇരിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സുഖിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഇനി ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അന്നേരം പറയുന്നു, ഈ ലോകത്ത് ഓരോ ദിവസവും അസംഖ്യം ജീവജാലങ്ങൾ മരിക്കുന്നു. പക്ഷെ എന്നിട്ടും എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നു, എനിക്കൊരിക്കലും മരണമില്ല എന്ന്. ക്ലിയർ? അന്നേരം സിമ്പിൾ ലൈഫ്. അതെ, ആദ്യത്തെ ചോദ്യത്തിന് ആരാണ് ഈ ലോകത്ത് സുഖിച്ചു കഴിയുന്നത്? ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് എപ്പോഴും സുഖമാണ്. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ ലോകത്തിലെ അടിസ്ഥാന തത്വം എന്താണെന്ന്. അന്നേരം അതിൽ പറയുന്നു, ഈ ലോകത്തിലെ അടിസ്ഥാന തത്വം യുധിഷ്ഠിർ മഹാരാജ് പറയുന്നു, സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്നിയാണ്. പകലും രാത്രിയും ആ അഗ്നിയിൽ ഒഴിക്കുന്ന ഇന്ധനം പോലെയാണ്. എന്നിട്ട് മാസങ്ങളും കാലാവസ്ഥകളും അതിനെ കത്തിക്കാൻ സഹായിക്കുന്ന വിറകുകളെ പോലെയാണ്. എന്നിട്ട് എല്ലാ ജീവജാലങ്ങളും ഇതിൽ വെന്ത് ഉരുകിത്തീരുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള സത്യം. എത്ര മനോഹരമായിട്ടുള്ള വാക്കാണത്. ഒന്നുകൂടെ പറയാം. സൂര്യൻ അഗ്നി, പകലും രാത്രിയും ഈ അഗ്നിയുടെ ഇന്ധനം. ഓക്കെ, അതായത് നമ്മൾ തീയിൽ പെട്രോൾ ഒഴിക്കും, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കും. അതേപോലെ ഇതിൻ്റെ ഇന്ധനമാണ് പകലും രാത്രിയും. എന്നിട്ട് മാസങ്ങളും കാലാവസ്ഥകളും ഈ തീയെ കത്തിക്കാൻ സഹായിക്കുന്ന വിറകുകളെ പോലെയാണ്. ഓക്കെ, എന്നിട്ട് എല്ലാ ജീവജാലങ്ങളും ഈ തീയിൽ ചുട്ട് ഭസ്മമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അല്ലേ? കാലത്തിൻ്റെ ശക്തി എല്ലാവരെയും ഈ തീയിൽ ഭസ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ അല്ലേ? സത്യമല്ലേ? സൂര്യദേവൻ, പകലും രാത്രി ഇന്ധനം, പിന്നെ മാസങ്ങളും കാലാവസ്ഥകളും അതിൻ്റെ വിറകുകളാണ് അതിനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തീയിൽ എല്ലാ ജീവജാലങ്ങളും ചുട്ട് ഭസ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇനി അവസാനത്തെ ചോദ്യം, സനാതനധർമ്മം, അതായത് ശാശ്വതമായിട്ടുള്ള ധർമ്മത്തെ ഒരു വ്യക്തിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആധ്യാത്മികമായി പുരോഗമിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അന്നേരം ഇവിടെ പറയുന്നു, ഒരു ഉയർന്ന സെക്കൻഡ് ആൻസർ പ്ലീസ്. സെക്കൻഡ് ആൻസർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അന്നേരം ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നു നമുക്ക് മരണമില്ലെന്ന്. ക്ലിയറായോ? എല്ലാ ജീവജാലങ്ങളും മരിക്കുന്നു, പക്ഷേ നമ്മൾ ചിന്തിക്കുന്നു നമുക്കൊരിക്കലും മരണമില്ലെന്ന്. തേർഡ് ആൻസർ. ഓക്കെ, തേർഡ് ആൻസർ ക്ലിയർ ആയില്ലേ?
അതായത് അടിസ്ഥാന തത്വം എന്താണ്, ഈ പ്രപഞ്ചത്തിലെ അടിസ്ഥാന തത്വം എന്താണ്, അടിസ്ഥാനമായിട്ടുള്ള പരമസത്യം എന്താണ്. പരമസത്യം സത്യം, ഈ ലോകത്തിൽ നടക്കുന്ന ഒരു സത്യം. ഇംഗ്ലീഷിൽ പറയത്തില്ല ആസ് ഷുവർ ആസ് ഡെത്ത്, മരണം പോലെ സത്യം. എന്നിട്ട് അതെന്താണ്? ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ, ആ തീ സൂര്യദേവനാണ്. പകലും രാത്രി ആ തീയെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനം പോലെയാണ്. എന്നിട്ട് മാസങ്ങളും കാലാവസ്ഥകളും അതിലിട്ടിരിക്കുന്ന വിറകുകളെ പോലെയാണ്. എന്നിട്ട് എല്ലാ ജീവജാലങ്ങളും ഇതിൽ ചുട്ടുഭസ്മായിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇനി അവസാനത്തെ ചോദ്യം കേട്ടോ. ഒരു വ്യക്തി, നമ്മൾ തുടക്കത്തിൽ മനസ്സിലായില്ലേ, നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അന്നേരം ആ ആത്മാവ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എങ്ങനെ എത്താം, ശാശ്വതമായിട്ടുള്ള ആ വഴി എങ്ങനെ എത്താം എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതായത് അവസാനത്തെ ചോദ്യം, നമുക്ക് നമ്മുടെ സനാതനമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മുടെ സനാതന ലക്ഷ്യത്തെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതായത് ഓരോ ആത്മാവും വ്യത്യസ്തമാണല്ലോ. അന്നേരം ആ ആത്മാവ് ആത്മീയ ലോകത്തിൽ നിന്നാണ് വരുന്നത്. അന്നേരം ആ ആത്മാവ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എങ്ങനെ ആത്മാവിന് മനസ്സിലാക്കാൻ കഴിയും? അന്നേരം ഇവിടെ പറയുന്നു, ഒരു ഗുരുവിൻ്റെ ഹൃദയത്തിലാണ് ആ അറിവുകൾ ഇരിക്കുന്നത്. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു ഗുരുവിലൂടെ മാത്രമേ ഒരു ആത്മാവിന് മനസ്സിലാക്കാൻ കഴിയൂ ആ ആത്മാവ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എന്ത് ചെയ്ത് എങ്ങനെ തിരിച്ചെത്താമെന്ന്. ക്ലിയർ അല്ലേ? ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാം കേട്ടിട്ട് യക്ഷൻ ചിരിച്ചു. എന്നിട്ട് യക്ഷൻ പറഞ്ഞു, നീ വളരെ ഭംഗിയായിട്ട് എൻ്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകി. ഇനി ഒരു സഹോദരനെ ഞാൻ പുനർജീവിപ്പിക്കാം. 4 സഹോദരന്മാരിൽ വെച്ച് ആരെയാണ് നീ വീണ്ടും ജീവിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത്? ഉടൻ തന്നെ യുധിഷ്ഠിര മഹാരാജ് പറയുന്നു, യക്ഷ, നകുലനെ അങ്ങ് ജീവിപ്പിക്കൂ എന്ന് പറയുന്നു. ആ നകുലൻ വീണ്ടും ജീവിക്കട്ടെ എന്ന്. മൂന്നാമത്തെ ഉത്തരം നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഗുരുജി. അതെ, ആയുസ്സിനെ കുറിച്ചാണ്. അതെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവിടെ ആരെ പുനർജീവിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ 4ാമത്തെ ഉത്തരം ഒന്നുകൂടി പറയാമെന്ന്. ഓക്കെ, അതായത് ചോദ്യം എന്താണെന്ന് ക്ലിയർ ആയല്ലോ അല്ലേ? അതായത് ഓരോ ആത്മാവും എന്താണ് അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ, അത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അന്നേരം യുധിഷ്ഠിരൻ പറയുന്നത്, ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു ഗുരുവിൻ്റെ ഹൃദയത്തിലാണ് ആ അറിവിരിക്കുന്നതെന്ന്. അതായത് നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കണം, ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക് എത്താം എന്ന് നമ്മുടെ ഗുരുവിൻ്റെ ഹൃദയത്തിലാണ് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അറിവുകൾ ഇരിക്കുന്നതെന്ന്. അതിൻ്റെ താക്കോലെന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ശ്രദ്ധിക്കുക കേട്ടോ. അന്നേരം ചോദിച്ചു, 4 സഹോദരങ്ങളിൽ ആരെയാണ് നീ പുനർജീവിച്ച് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നകുലനെ അങ്ങ് പുനർജീവിപ്പിക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യക്ഷൻ വളരെയധികം അത്ഭുതപ്പെട്ടു. യക്ഷൻ പറഞ്ഞു, ഭീമനല്ലേ നകുലനെക്കാട്ടിയും ഏറ്റവും പ്രധാനപ്പെട്ട യോദ്ധാവ്? പിന്നെ അങ്ങേക്ക് ഏറ്റവും വലിയ സഹായിയാണ് അർജുനൻ. പിന്നെ എന്തുകൊണ്ടാണ് നീ നകുലനെ പുനർജീവിച്ച് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന്? അന്നേരം ഉടനെ യുധിഷ്ഠിര മഹാരാജൻ്റെ ഉത്തരം എന്താണെന്നറിയാം? സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം സദ്ഗുണങ്ങളെ ത്യജിക്കുകയാണെങ്കിൽ ആ വ്യക്തി നശിക്കുകയാണ്. അതായത് യുധിഷ്ഠിരന് കൂടുതൽ സഹായം ഭീമനായിരിക്കും, അർജുനായിരിക്കും എന്നതിൻ്റെ പേരിൽ അവരെ പുനർജീവിച്ച് കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് യുധിഷ്ഠിരൻ്റെ സ്വാർത്ഥതയായിരിക്കും. അതിലൂടെ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകത്തില്ല.
നാശമേ സംഭവിക്കുമെന്ന്. പക്ഷേ അതേ സമയത്ത് ആരാണോ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നത്, ആ സത്യവും ധർമ്മവും ന്യായവും നീതിയും അവരെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നകുലനെയാണ് ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നകുലിനെ പറയുന്നത്. അന്നേരം എന്തുകൊണ്ട് അത് ധർമ്മമാകുന്നു? യുധിഷ്ഠിര മഹാരാജ് പറയുന്നു, കുന്തി ദേവിയും മാദ്രിയാണ് പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ഭാര്യ, അല്ലേ? അന്നേരം കുന്തി ദേവിയും മാദ്രി ദേവിയും എനിക്ക് ഒരേപോലെ എൻ്റെ അമ്മമാരാണ്. അന്നേരം ഞാൻ എന്തായാലും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുന്തി ദേവിയുടെ ഒരു പുത്രൻ ഞാനാണ്. പക്ഷേ ഞാൻ ഭീമനെയോ അർജുനെയോ പുനർജീവിപ്പിക്കുകയാണെങ്കിൽ മാദ്രി ദേവിയുടെ മക്കൾ ആരും ജീവനോടെ കാണത്തില്ലല്ലോ. അതുകൊണ്ടാണ് മാദ്രിയുടെ ഒരു പുത്രനെങ്കിലും ഈ ലോകത്ത് കാണണം, നകുലനെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടമ്മമാരും ഒരേപോലെയാണ്. അതുകൊണ്ട് ഞാൻ മാദ്രിയുടെ പുത്രനായ നകുലിനെ ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു. ഉടൻ തന്നെ യക്ഷൻ പറഞ്ഞു, പാണ്ഡവ, നീ എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് നിന്റെ എല്ലാ സഹോദരങ്ങളും പുനർജീവിക്കട്ടെ എന്ന് പറഞ്ഞ് യക്ഷൻ അനുഗ്രഹിക്കുന്നു. മേലാകെ പെരുക്കുന്നേ. കാരണം യുധിഷ്ഠിരൻ്റെ ആ ഒരു അല്ലേ. അന്നേരം നമ്മൾ ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ആധ്യാത്മിക ഗുണങ്ങളുമായിട്ടൊരു സമ്പർക്കം ലഭിക്കുമ്പോഴാണ്, അല്ലേ? യുധിഷ്ഠിര മഹാരാജിൻ്റെ ആ ഗുണങ്ങളൊക്കെ അല്ലേ. യുധിഷ്ഠിര മഹാരാജ് കീ ജയ്. അന്നേരം യക്ഷൻ പറഞ്ഞ ഉടൻ തന്നെ 4 സഹോദരന്മാരും ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എത്രയോ കുറേ നേരമായിട്ട് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റതുപോലെ അവർ എഴുന്നേറ്റു. എന്നിട്ട് എഴുന്നേറ്റ ഉടൻ തന്നെ അവരുടെ വിശപ്പും ദാഹവും ഒക്കെ മാറിയതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. ഉടൻ തന്നെ യുധിഷ്ഠിരൻ യക്ഷനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? അങ്ങ് സാധാരണ ഒരു വ്യക്തിയല്ലല്ലോ, ഒരു കൊക്കായിട്ടും അങ്ങ് രൂപമെടുത്തു. അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? അങ്ങ് ഏതെങ്കിലും ഒരു ദേവനാണോ? എനിക്ക് തോന്നുന്നു അങ്ങ് എൻ്റെ അച്ഛൻ തന്നെയാണെന്ന്. ഉടൻ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, തീർച്ചയായിട്ടും യുധിഷ്ഠിര, ഞാൻ നിന്റെ അച്ഛനായ ധർമ്മദേവനാണെന്ന് പറഞ്ഞു. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഇനി എൻ്റെ ധർമ്മത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ച് ധർമ്മദേവൻ പറയുകയാണ്. എന്തൊക്കെയാണെന്ന് കേൾക്കൂ കേട്ടോ. കീർത്തി, സത്യം, ആത്മനിയന്ത്രണം, പരിശുദ്ധി, ലളിതമായിട്ടുള്ള ജീവിതം, ദാനധർമ്മങ്ങൾ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്, പിന്നെ തപസ്യ, ബ്രഹ്മചര്യം, ഇതൊക്കെയാണ് എൻ്റെ അവയവങ്ങൾ, ധർമ്മത്തിൻ്റെ അവയവങ്ങൾ എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, അടുത്തത് പറയുന്നു, ഒരു വ്യക്തി ധർമ്മത്തിൽ എങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയും? ക്രൂരതയിൽ നിന്നും പിന്മാറുന്നതിലൂടെ. ഒരിക്കലും നമ്മൾ ക്രൂര പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഒരു പക്ഷത്ത് നിൽക്കാൻ പാടില്ല. പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കണം. തപസ്യയിൽ ഉറച്ചു നിൽക്കണം. പരിശുദ്ധിയിൽ ഉറച്ചു നിൽക്കണം. വിനയം വേണം. ഇതൊക്കെയാണ് ധർമ്മത്തിൽ നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. അന്നേരം പറഞ്ഞു, അങ്ങ് ക്രൂരനല്ല, ഒരിക്കലും പക്ഷാഭേദം കാണിക്കാറില്ല, എപ്പോഴും ശാന്തനാണ്, തപസ്യ ചെയ്യുന്ന വ്യക്തിയാണ്, പരിശുദ്ധനാണ്, വിനയാന്വിതനുമാണ്. അതുകൊണ്ട് അങ്ങ് ധർമ്മരാജനാണ്. ഹരി ബോൾ. ധർമ്മരാജ് യുധിഷ്ഠിര മഹാരാജ് കീ ജയ്. എന്നിട്ട് ധർമ്മദേവൻ യമരാജൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഈ എല്ലാ ഗുണങ്ങളും എൻ്റെ മോന് ധാരാളമുണ്ട്. അതുകൊണ്ട് വലിയൊരു ഭാഗ്യമാണ്. നീ നിന്റെ മനസ്സിനെ നീ നിയന്ത്രിച്ചു കഴിഞ്ഞു, ഇന്ദ്രിയങ്ങളെ നീ ജയിച്ചു കഴിഞ്ഞു, നീ ജിതേന്ദ്രിയനാണ്, നീ എപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഓക്കെ, ഒന്നും കൂടെ പറയണം അല്ലെ ഗുണങ്ങൾ. ഇവിടെ പറയുന്നു, എടുത്തു പറയുന്ന യുധിഷ്ഠിര മഹാരാജന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്രൂരനല്ല. ക്രൂരത ഒരിക്കലും യുധിഷ്ഠിരൻ ചെയ്യത്തില്ല, ഒരിക്കലും പക്ഷാഭേദം കാണിക്കത്തില്ല, എപ്പോഴും ശാന്തനാണ്, തപസ്യ ചെയ്യുന്ന വ്യക്തിയാണ്, പരിശുദ്ധനാണ്, ഒരിക്കലും അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല,
ഉള്ളിൽ വളരെ ശുദ്ധനാണ്, പിന്നെ വിനയാന്വിതനാണ്. ക്രൂരത ചെയ്യാൻ പാടില്ല, പക്ഷാഭേദം കാണിക്കാൻ പാടില്ല, ഉള്ളിൽ എപ്പോഴും ശാന്തനായിട്ടിരിക്കണം, തപസ് ചെയ്യണം, ഉള്ളിൽ പരിശുദ്ധനായിരിക്കണം. അതായത് അഭീത ബന്ധങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. അഹങ്കാരമില്ല, വിനയാന്വിതനായിട്ടിരിക്കുകയാണ്, എളിമത്വം. അന്നേരം ഇതാണ് യുധിഷ്ഠിരന്റെ ക്വാളിറ്റീസ്. അന്നേരം ഇവിടെ പറയുന്നു, യുധിഷ്ഠിര, നീ നിന്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. നീ ജിതേന്ദ്രിയനാണ്, നീ ധർമ്മിഷ്ഠനാണ്, നീ അതുകൊണ്ട് തന്നെ ധർമ്മരാജനാണ്. ഹരിബോൾ. ഇവിടെ പറയുന്നു, എനിക്ക് നിന്നെ പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു, ആ പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, ആ വരം തരാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിനക്ക് ഒരു തരത്തിലുള്ള നിർഭാഗ്യം വരത്തില്ലെന്ന് പറഞ്ഞു. ഇനി എല്ലാവരും ശ്രദ്ധിക്കണേ, ഒന്ന് ആലോചിച്ച് നോക്കണം. വീണ്ടും രോമാഞ്ചം വരുന്നത് കാരണം എന്താണ്, യുധിഷ്ഠിരന്റെ ആ ഒരു നിസ്വാർത്ഥത എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ധർമ്മരാജനാണ് ചോദിക്കുക, യമരാജൻ പറയുക, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോണം പറഞ്ഞു. യുധിഷ്ഠിരൻ എന്ത് വേണമെങ്കിലും, രാജ്യം തിരിച്ചു ചോദിക്കുക, എന്ത് വേണമെങ്കിലും, സ്വർഗ്ഗലോക പ്രാപ്തി എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഉടനെ പറഞ്ഞു, എനിക്ക് ആദ്യത്തെ ആഗ്രഹം ആ ബ്രാഹ്മണന്റെ വിറക് ഇല്ലേ, ഹോമത്തിന്റെ സാമഗ്രികൾ, അത് നശിച്ചു പോകരുതെന്ന്. ഓർമ്മയില്ലേ, എന്തിനാണ് പാണ്ഡവര് ഇതിൽ വന്നത്, ഈ ഒരു കുളത്തിന്റെ അടുത്ത് വന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരു മാൻ ഒരു ബ്രാഹ്മണന്റെ ഹോമത്തിന്റെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിന്റെ ആ ഒരു 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 കൂട്ടി വെച്ചിരുന്നതായിരുന്നു, അത് എടുത്തുകൊണ്ട് പോയി, കൊമ്പിൽ ഇങ്ങനെ തൂക്കി കൊണ്ടുപോയി. അന്നേരം അത് നശിച്ചു കഴിഞ്ഞ അന്നേരം വേണമെങ്കിൽ പുതിയ സാമഗ്രി കിട്ടും. നമ്മൾ വിചാരിക്കും ഇതെന്തൂടെ, ഇത് പുതിയത് പറഞ്ഞാൽ റെഡിയാക്കി പറയാം. അല്ല, ബ്രാഹ്മണരായതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാതെ അവർക്ക് അത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കുമല്ലോ. അതുകൊണ്ട് യുധിഷ്ഠിരൻ പറയാണ്, വരം ചോദിച്ചപ്പോൾ എന്താ പറയുന്നത് അറിയാം, ആ ബ്രാഹ്മണന്റെ യജ്ഞത്തിന്റെ സാമഗ്രികളൊന്നും നശിച്ചു പോകരുത്. കാരണം മാന് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ, അല്ലേ? ഉടൻ തന്നെ ഇതാണ് ആദ്യത്തെ വരം ചോദിച്ചത്. ഉടനെ യമരാജൻ എന്ത് പറഞ്ഞെന്നറിയാം, കുന്തിപുത്ര, ഞാൻ തന്നെയായിരുന്നു ആ മാൻ. ഞാൻ തന്നെയായിരുന്നു ആ ബ്രാഹ്മണന്റെ സാമഗ്രികളെല്ലാം കൊണ്ടുപോയത്, ഞാനത് നിനക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞു. ഇത് കൂടാതെ രണ്ടാമത്തെ വരം നീ ചോദിച്ചോളൂ, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു. ഉടൻ തന്നെ യുധിഷ്ഠിരൻ മഹാരാജ് പറയുകയാണ്, ഒരുപാട് ആലോചന ശേഷം പറഞ്ഞു, 12 വർഷം നമ്മുടെ പൂർത്തീകരിക്കപ്പെട്ടു, 13ാമത്തെ വർഷം അജ്ഞാതവാസമാണ്. അതുകൊണ്ട് ഒരേ ഒരു വരം നമുക്ക് തരണം, ഈ അജ്ഞാതവാസത്തിൽ ആർക്കും നമ്മളെ തിരിച്ചറിയാൻ പറ്റാതെ ആകട്ടെ. ഹാരി ബോൾ ചെക്ക് ഇട്ട് കളഞ്ഞു, ചെക്ക് മേറ്റ്. എന്തോ അല്ലേ, ഭഗവാൻ അറേഞ്ച് ചെയ്ത് നോക്കണേ. ഇത് വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് നമ്മൾ എല്ലാവരും ഫീൽ ചെയ്തത്, അല്ലേ? അയ്യോ, ആ ഒരു ബ്രാഹ്മണന്റെ എന്തു പറയുന്ന ഇത് യജ്ഞ സാമഗ്രികൾ ആരോ തട്ടിക്കൊണ്ടുപോയി, പാണ്ഡവർ അതിന്റെ പുറകെ പോകുന്നു, ഒന്നും കിട്ടുന്നില്ല, അവസാനം ദാഹിച്ചൊരു പരുവമായി വെള്ളം അന്വേഷിച്ച് പോകുന്നു, അവസാനം 4 പേര് മരിച്ചു. വലിയൊരു അപകടമായിട്ടാണ്. യുധിഷ്ഠിരൻ കുറെ കരഞ്ഞു, വിഷമിച്ചു. പക്ഷെ അവസാനം എന്തായി? ഇതാണ് ഭക്തരുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് 4 യമനിയമങ്ങളൊക്കെ പാലിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പലതും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും. പല വ്യക്തികളും പറയും, ഇത്രയൊക്കെ ജപിച്ചിട്ട് എന്ത് കിട്ടി, എന്തിനാണ് ഇങ്ങനെ ജപിക്കുന്നത് എന്നൊക്കെ പല ആൾക്കാരും പറയും. വിട്ടുകൊടുക്കരുത്, വിടാതെ തുടരുക, ഒടുവിൽ ജയം നമുക്കായിരിക്കും. ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ കയ്യിൽ തിരിച്ചെത്തും എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ചർച്ച. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ ഈ ഒരു സംഭവം ആലോചിച്ചാൽ മതി.
നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നുണ്ടോ, 4 യമനിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, ഒരു അശുഭമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. എത്ര ശത്രുക്കൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും നമ്മളെ ഏൽക്കത്തില്ല, അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. കാരണം എന്താണ്? നമ്മൾ ധർമ്മത്തിൽ ഉറച്ചിരിക്കുക. യുഗധർമ്മമാണ് ഹരിനാമ സങ്കീർത്തനം. ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു 16 മാല ജപിക്കുന്നുണ്ട്, 4 യമനിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എല്ലാം ഇനി ഒരിക്കലും കിട്ടത്തില്ലെന്ന് കരുതി എല്ലാം നമ്മുടെ കയ്യിൽ തിരിച്ചെത്തും. എത്ര മനോഹരമാണല്ലേ? പാണ്ഡവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. 4 പേരും മരിച്ചു എന്ന് കരുതിയതാണ്. എന്നിട്ട് യമരാജൻ പറയും ചെയ്യുന്നു, ഒരാളുടെ ജീവൻ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നകുലനെ മതിയെന്ന്. അതായത് ഭീമൻ പോയെന്ന് കരുതി യുധിഷ്ഠിരൻ, അർജുനനെ തിരിച്ചു കിട്ടില്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ സ്വീകരിച്ചു, ആ ഒരു റിയാലിറ്റിയെ അംഗീകരിച്ചു യുധിഷ്ഠിരൻ. അപ്പോ എല്ലാരും തിരിച്ചു കിട്ടുകയാണ്. എന്നിട്ട് വരം ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ എന്താ പറയുന്നത്? അപ്പോഴും എത്ര നിസ്വാർത്ഥനാണ് യുധിഷ്ഠിരൻ എന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം കാര്യമല്ല പറയുന്നത്. അതായത് ഇനി അജ്ഞാതവാസമാണ് 1 വർഷം, ആരും നമ്മളെ തിരിച്ചറിയരുത് എന്നല്ല ആദ്യം പറയുന്നത്. ആദ്യം ആ കർത്തവ്യം, എത്ര ഡെഡിക്കേഷൻ. എൻ്റെ അമ്മോ നാരായണ, ഇങ്ങനെ ഒരാള് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീരാമസ്വാമിയുടെ ഗുണങ്ങൾ അതിമനോഹരം, സീതാദേവിയുടെ ഗുണങ്ങൾ അതിമനോഹരം, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. ഭഗവാനെ കുറിച്ച് പിന്നെ എന്ത് പറയാനാ? പക്ഷേ പാണ്ഡവർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഔട്ട്സ്റ്റാൻഡിങ്. അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കാരണം ബാക്കി എല്ലാവരും, സീതാദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയാണ്, ജഗദംബി ദേവിയാണ്, നമ്മുടെ രാധാറാണിയുടെ അംശമായ ലക്ഷ്മി ദേവി സാക്ഷാൽ ഭഗവതിയാണ്, ശ്രീരാമസ്വാമി സാക്ഷാൽ ഭഗവാനാണ്, ലക്ഷ്മണസ്വാമിയും ഭഗവാനാണ്. പക്ഷെ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ പോലെയല്ല, നമ്മളെ കണ്ടി ഒരുപാട് ഉയർന്നതാണ്. പക്ഷെ അവർ ഭക്തരാണ്. അവരനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ നേരിട്ട ഓരോ പ്രശ്നങ്ങളെയും അതിജീവിച്ചത് എങ്ങനെയാണ് നമുക്ക് വലിയൊരു പ്രചോദനമാണ്. എസ്പെഷ്യലി ഇന്നത്തെ ഇൻസിഡന്റ്. യുധിഷ്ഠിരൻ എന്ത് സംഭവിച്ചാലും അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതൊരു അമേസിങ് ക്വാളിറ്റിയാണ്. അദ്ദേഹം എന്തുകൊണ്ട് രാജ്യം ഭരിച്ചുകൂടാ, അല്ലേ? എല്ലാം കൊണ്ടും അർഹനാണ്. അതായത് കൗരവര് പാണ്ഡവരിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു. പക്ഷെ ഈ 12 വർഷത്തിലൂടെ അവര് തെളിയിക്കുകയാണ്, കൂടുതൽ അവരുടെ ചുവടുകളും അവരുടെ ആ പാദം ഉറപ്പിക്കുകയാണെന്നുള്ള ഭരണത്തില്. അവരുടെ അടിത്തറ ഉറപ്പിക്കുകയാണ്, ഫൗണ്ടേഷൻ ഇനി സ്ട്രോങ് ആവുകയാണ്. അതും കുറച്ചു കാലത്തേക്കല്ല, എന്നേക്കുമായിട്ടും എല്ലാവരുടെ ഹൃദയത്തിൽ അവരുടെ റോൾ അങ്ങ് ഫിക്സ് ആവുകയാണെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പാണ്ഡവർക്ക് ഈ ദുരിതമൊന്നും വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അറിയാൻ കഴിയുമോ പാണ്ഡവരുടെ ക്വാളിറ്റി എന്താണെന്ന്? ഒരിക്കലും അറിയാൻ കഴിയില്ല. എന്നിട്ട് ഈ ഒരു 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസമാണ് നമുക്ക് വലിയൊരു പാഠമായിട്ട് കിട്ടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പാണ്ഡവർ? അവരാരാണ് ശരിക്കും? അവരുടെ ഗുണങ്ങൾ എന്താണ്? അത് നമുക്ക് നൽകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ദൈവം ഇത് മനസ്സിലാക്കൂ. ഇനി തീർന്നില്ല കേട്ടോ, ഇനി അടുത്ത. അന്നേരം യുധിഷ്ഠിരന്മാരെ എന്താ ചോദിക്കുന്നത്? ആദ്യം ചോദിക്കുന്ന ആ ബ്രാഹ്മണന്റെ യജ്ഞത്തിന്റെ സാമഗ്രികൾ അത് തിരിച്ചു കൊടുക്കാൻ കഴിയണേന്ന്. ധർമ്മരാജൻ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ് കൊണ്ടുപോയത്, ഞാൻ തന്നെയാണ് മാനായിട്ട് വന്നതെന്ന് പറഞ്ഞു, അത് ഇപ്പം തന്നെ ഞാൻ തരുന്നു പറഞ്ഞു. എന്നിട്ട് അവരുടെ പ്രശ്നം സോൾവ് ആയി. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനി അടുത്തത്, ഒരു ഭക്തർ പറഞ്ഞു, അങ്ങനെ ആകാൻ നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റിയില്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റൂടെ? ആ പാണ്ഡവരുടെ ആ സ്റ്റാൻഡേർഡ് ഇല്ലേ, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓക്കെ ഇങ്ങനെ ആയിരിക്കണം ഭക്തർ. അത് നമുക്കൊരു വഴികാട്ടിയല്ലേ, അല്ലേ? അതൊരു വടക്ക് നോക്കിയ യന്ത്രം വടക്കോട്ട് നോക്കി വെക്കുമ്പോൾ നമുക്ക് ദിശ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് പോകേണ്ടത്, ഇതാണ് വടക്ക്. അങ്ങനെയാണെങ്കിൽ കിഴക്ക് എവിടെയായിരിക്കും, പടിഞ്ഞാറ് എവിടെയായിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു റോൾ മോഡൽസ് ഉണ്ടെങ്കിൽ, കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡൽസ് ഇല്ല.
അന്നേരം പാണ്ഡവരെ പോലെയുള്ള റോൾ മോഡൽസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ധർമ്മം കഴിക്കത്തില്ലെന്നുള്ള പ്രചോദനം, അതാണ് പാണ്ഡവർ. എന്നിട്ട് ഇവിടെ പറയുന്നു, ആദ്യം ചോദിക്കുന്ന ആ ബ്രാഹ്മണന്റെ സാമഗ്രികളാണ് തിരിച്ചു കൊടുക്കാൻ. കാരണം അത് തിരിച്ചു കൊടുക്കുകയാണ്. ഉടൻ തന്നെ അടുത്ത് ചോദിക്കുന്നു, എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത്? അന്നേരം ഇനി അജ്ഞാതവാസം വരികയാണ്, ആരും നമ്മളെ തിരിച്ചറിയരുത് എന്നുള്ളൊരു വരം തരണേ. ഉടൻ തന്നെ യമരാജൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? സാക്ഷാൽ യമരാജനാണ് അനുഗ്രഹിക്കുന്നത്. എന്നിട്ട് യമരാജൻ എന്താണ് പറയുന്നത് അറിയോ? ഒരു ഭക്തൻ പറയുന്ന, പാണ്ഡവരെ പോലെ ജീവിക്കാനുള്ള ശക്തി തരണമെന്ന്. അതാണ് വേണ്ടത്. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനെ, പാണ്ഡവരെങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു അതേപോലെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. അവർ ഗൃഹസ്ഥരാണ്, അവർക്കും കുട്ടികളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്തു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അവർ. സത്യം പറഞ്ഞാൽ അതായത് ദുര്യോധൻ ഭഗവാനെ ബന്ദിയാക്കാൻ നോക്കി, പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാനെ എന്നെന്നും ബന്ദിയാക്കിയത് പാണ്ഡവരാണ്. അർജുനൻ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് സാരഥിയാക്കി, ദ്രൗപദി ദേവി ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് കൃഷ്ണനെ, യുധിഷ്ഠിരൻ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു, ഭീമൻ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു, കുന്തി ദേവി ബന്ദിയാക്കി വെച്ചിരിക്കുന്നു, നകുല സഹദേവന്മാർ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ അവരുടെ നല്ല നല്ല ഗുണങ്ങൾ കൊണ്ട് ഭഗവാനെ അവർ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സർവചരാചരങ്ങളുടെ നാഥനായ ആ ഭഗവാൻ അശക്തനായി പോവുകയാണ് പാണ്ഡവരുടെ മുമ്പിൽ. പാണ്ഡവരിൽ നിന്ന് അകന്നു നിൽക്കാൻ ഭഗവാന് കഴിയുന്നില്ല. അതാണ് ഭക്തിയുടെ ശക്തി. അന്നേരം നമുക്ക് ആവാഹന മന്ത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല, പൂജാതി കർമ്മങ്ങളോ വഴിപാടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗുണങ്ങളാണ് ഭഗവാനെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ധർമ്മമാണ് ഉള്ളത് എങ്കിൽ, ആരെയും ദ്രോഹിക്കാത്തൊരു ഹൃദയമാണ്, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ സദാസമയം നമ്മുടെ കൂട്ടത്തിൽ കാണുന്നത്. പാണ്ഡവർ എങ്ങനെയാണോ ഭഗവാനെ അവരിലേക്ക് ആകർഷിപ്പിച്ചത്, അതേപോലെ നമ്മൾ ഭഗവാനെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കണം. ഹരേ കൃഷ്ണ. എന്നാൽ ഇവിടെ യമരാജൻ കൊടുക്കുന്ന അനുഗ്രഹമെന്നോ, അത് കില്ല അനുഗ്രഹം. എന്തോന്നറിയാം? അങ്ങനെ തന്നെ ആകട്ടെ, അജ്ഞാതവാസത്തിൽ നിങ്ങളെ ആരും തിരിച്ചറിയാതെ ആകട്ടെ. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നോ, ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നോ, വേഷം പോലും മാറാതെ ഇങ്ങനെ തന്നെ നിങ്ങൾ ഈ 1 വർഷം ലോകമെമ്പാടും സഞ്ചരിച്ചാലും നിങ്ങളെ ആര് കണ്ടാലും, നിങ്ങളെ അറിയാവുന്ന വ്യക്തികൾ നിങ്ങളെ കണ്ടാൽ പോലും നിങ്ങളെ തിരിച്ചറിയും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ബ്രാഹ്മണൻ വന്ന് കംപ്ലൈന്റ് പറഞ്ഞ എപ്പോഴാ? പാണ്ഡവരെല്ലാവരും അവിടെ ഒത്തൊരുമിച്ചിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇനിയിപ്പോ അജ്ഞാതവാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാൻ വന്നിട്ട് ഈ ബ്രാഹ്മണന്റെ യജ്ഞ സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്നത്. അന്നേരം നിങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ അവിടെ തോന്നില്ലേ? എന്തായിരിക്കും കാരണം? കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ വന്നു യമരാജന്. ഗുരുവായൂരപ്പന്റെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്ന വാട്സപ്പ് മെസ്സേജ്, എടേ പെട്ടെന്ന് പോ, അവര് ടെൻഷൻ അടിച്ചിരിക്കുക, എന്താന്ന് വെച്ചാൽ കൊടുക്ക. പിന്നെ പെട്ടെന്നൊന്നും എടുത്ത് കൊടുക്കരുത്, അല്ലെങ്കിൽ എന്നൊന്നും ആൾക്കാർ പറയും വെറുതെ നമ്മൾ പക്ഷാഭേദം കാണിക്കുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് പരീക്ഷിച്ച് കീറി മുറിച്ച് വളരെ വ്യക്തമാക്കുക. പാണ്ഡവരുടെ കോൾ ചെയ്യുന്ന ഇവറ്റകൾക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം ഈ വരവൊക്കെ കൊടുക്കാൻ. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഓർഡർ അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ടൈമിൽ എങ്ങനെ എത്തി? അന്നേരം അടുത്ത പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇതേ വേഷത്തിൽ തന്നെ പോയാലും ആരും നിങ്ങളെ തിരിച്ചറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, എൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വിരാട് രാജ്യത്തിൽ സ്വസ്ഥമായിട്ട് താമസിക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞിട്ട് യമരാജൻ പറഞ്ഞു, ഇന്നാ യജ്ഞത്തിന്റെ സാമഗ്രികൾ. എന്നിട്ട് പറഞ്ഞു,
ഇനി ഒരു വരവും കൂടെ നീ ചോദിച്ചോളാൻ പറഞ്ഞു. കാരണം എനിക്ക് തൃപ്തി വരുന്നില്ല. അത്രയ്ക്ക് പെരുത്ത് ഇഷ്ടമാണ് മക്കളെ നിങ്ങളെ എനിക്ക്. അതുകൊണ്ട് ഞാൻ 2 വരം നൽകിയിട്ട് നിനക്ക് തൃപ്തിയാവുന്നില്ല, അതുകൊണ്ട് ഇനിയും വരം ചോദിക്കാൻ പറഞ്ഞു. അന്നേരം ഉടനെ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ധർമ്മരാജന് തൃപ്തി വരുന്നില്ലേ. ധർമ്മരാജൻ പറഞ്ഞു, ഇനിയും ചോദിക്കും മക്കളെ വരം എന്താണെന്ന് വെച്ച്. എന്നിട്ട് ഈ യജ്ഞത്തിന്റെ സാമഗ്രികൾ കൈ കൊടുത്തു. ഉടനെ യുധിഷ്ഠിരൻ എന്താ പറഞ്ഞതറിയാം? ധർമ്മരാജ, ഇത് മതി എനിക്ക്. ഞാൻ അങ്ങേ കണ്ടത് തന്നെ എൻ്റെ പരമ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു വരം അങ്ങയോട് ചോദിക്കാം. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. എന്തോ ഒരു മനസ്സ്, ഹരേ കൃഷ്ണ, എന്തോ അല്ലേ ഇങ്ങനെ ഒരു വ്യക്തി. ആരാണ് ആ വ്യക്തിയുടെ മുമ്പിൽ തല കുനിക്കാത്തത്? ആരാണ് ആളുടെ അടിമയാകാൻ സമ്മതിക്കാത്തത്? ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ സത്യം പറഞ്ഞാൽ ആർക്കാണ് പിടിച്ചിരിക്കാൻ പറ്റുന്നത്? ഭഗവാൻ തന്നെ, നിങ്ങൾ ആ ഭാഗവതി നോക്കിക്കഴിഞ്ഞാൽ കുന്തി ദേവിയുടെ സ്തുതികളെല്ലാം കേട്ടിട്ട് ഭഗവാൻ ടാറ്റ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് യുധിഷ്ഠിരൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന് പോകാൻ കഴിഞ്ഞില്ല. വീണ്ടും 3 മാസം കഴിഞ്ഞിട്ടാ പോകാൻ. യുധിഷ്ഠിരനെ കൊണ്ട് ഭീഷ്മരുടെ അടുത്ത് പോയി ഭീഷ്മ സ്തുതി എല്ലാം കേട്ട് ഭീഷ്മരെ പറഞ്ഞയച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടാ ഭഗവാൻ പോകുന്നത്. ഭഗവാനെ യുധിഷ്ഠിരൻ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണല്ലോ, ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അത്രയ്ക്ക് ഭഗവാൻ ഇഷ്ടമാണ് യുധിഷ്ഠിരനെ, പാണ്ഡവരെ എല്ലാവരെയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഭഗവാനെ ഇഷ്ടമാണ് എന്നതിനെക്കാട്ടിയും കൂടുതൽ ഭഗവാന് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം. നമ്മൾ വിചാരിക്കും ഭഗവാൻ ആരെയാണ് ഇഷ്ടമല്ലാതെ? എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും സ്പെഷ്യൽ ഇഷ്ടം. ആ ഇഷ്ടം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും? നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ത്യാഗത്തിലൂടെ, ധർമ്മത്തിലൂടെ. അതാണ് കൃഷ്ണന് ഏറ്റവും ഇഷ്ടം, ഭഗവാൻ ഏറ്റവും ഇഷ്ടം അതാണ്. നമ്മൾ എത്രത്തോളം ത്യാഗം ചെയ്യുന്നു ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എത്രത്തോളം നമ്മൾ പ്രവർത്തിക്കുന്നു, അതാണ് മനസ്സിലാക്കേണ്ടത്. അടിയന്റെ ഗുരുവിന്റെ ഗുരുവായ പ്രഭുപാദജി അല്ലേ, അങ്ങനെ ഒരു ത്യാഗമല്ലേ അത്? സത്യം പറഞ്ഞാൽ പാണ്ഡവരെ കാട്ടിയും അങ്ങേയറ്റം ത്യാഗമാണ് അടിയന്റെ ഗുരുവിന്റെ ഗുരു ചെയ്തത് പ്രഭുപാദജി. 2 ഹാർട്ട് അറ്റാക്കും സഹിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പ്രചരണമൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ സംസാരിക്കാൻ കഴിയും. ഇത് ഞാൻ പറയുമ്പോഴും അടിയന്റെ ഗുരുദേവ് ശരീരം എല്ലാം തീർന്നിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആളുടെ ജീവനെ പിടിച്ചു നിർത്തുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വൃന്ദാവനം പോലും പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള വ്യക്തികളെ ഒന്ന് തൊട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ കോടാനുകോടി പ്രാവശ്യം വൃന്ദാവനത്തിൽ പോകുന്നതിനെത്തില്ല. കാരണം പ്രഭുപാദജി ഗുരുമഹാരാജ് എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്ത വ്യക്തികളാണ്. അവരുടെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പനും ശ്രീമതി രാധാറാണി അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് വൃന്ദാവനത്തിൽ പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല, ഭഗവാനെ അനുഭവിച്ചറിയാൻ കഴിയില്ല, രാധാറാണി അനുഭവിച്ചറിയാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള മഹാ അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭഗവാനെ നേരിട്ട് അറിയുന്നതിന് തുല്യമാണ്, നേരിട്ട് കാണുന്നതിന് തുല്യമാണ്. ഹരേ കൃഷ്ണ. എന്നാൽ ഇവിടെ യുധിഷ്ഠിർ മഹാരാജ് പറഞ്ഞേ, തീർച്ചയായിട്ടും പ്രഭുപാദ്ജിക്ക് ജയ, ഗുരു മഹാരാജ്ക്ക് ജയ. അങ്ങനെ പ്രഭുപാദ്ജി ഇവിടെ നമ്മുടെ യുധിഷ്ഠിർ മഹാരാജ് പറഞ്ഞു, എനിക്ക് അങ്ങയെ കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി. പക്ഷെ എന്നാലും അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒരു വരം കൂടെ ചോദിക്കാം. എന്താണ് ചോദിക്കുന്നത് അറിയാം? ഞാൻ ഒരിക്കലും ക്രോധത്തിന് അടിമപ്പെട്ടു പോകരുതായിരുന്നു. ഹരേ കൃഷ്ണ. കിരിലല്ലേ, ഞാൻ ഒരിക്കലും ക്രോധത്തിനോ അത്യാഗ്രഹത്തിനോ കാമത്തിനോ അടിമപ്പെട്ടു പോകരുതായിരുന്നു. എൻ്റെ മനസ്സെപ്പോഴും
ദാനത്തിലും തപസ്യയിലും സത്യത്തിലും ഉറച്ചു നിൽക്കണം. ഇതാണ് അല്ലേ? എത്ര മനോഹരമാണ്. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. എന്ത് വരം വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഞാൻ ഒരിക്കലും കാമത്തിനും ക്രോധത്തിനും അടിമപ്പെട്ടു പോരുതേ. കാമത്തിനും ക്രോധത്തിനും അത്യാഗ്രഹത്തിനും അടിമപ്പെട്ടു പോരുതേ. എൻ്റെ മനസ്സെപ്പോഴും ദാനത്തിലും തപസ്യയിലും സത്യത്തിലും ഉറച്ചു നിൽക്കണം. ഹരേ കൃഷ്ണ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന് അത്യാഗ്രഹം, രണ്ടാമത് ഇവിടെ കാമമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇവിടെ ഉപയോഗിച്ച വാക്ക് അധപ്പതനം സംഭവിക്കരുത് എന്നാണ്, വീഴ്ച സംഭവിക്കരുത് എന്ന്. ഞാൻ ഒരിക്കലും അത്യാഗ്രഹത്തിലോ അധപ്പതനം സംഭവിക്കുകയോ ക്രോധത്തിനോ അടിമപ്പെട്ടു പോകരുത്. അധപ്പതനം എന്ന് ഉദ്ദേശിച്ചത് അധപ്പതിച്ച ചിന്താഗതികൾ ഒരിക്കലും വരരുത് എന്നാണ്. അതായത് ഞാൻ ഒരിക്കലും അത്യാഗ്രഹത്തിനോ അധപ്പതിച്ച ചിന്താഗതിയിലോ അല്ലെങ്കിൽ ക്രോധത്തിനോ അടിമപ്പെട്ടു പോകരുത് എന്ന്. എന്നിട്ട് എൻ്റെ മനസ്സെപ്പോഴും ദാനത്തിലും തപസ്യയിലും സത്യത്തിലും ഉറച്ചു നിൽക്കണമെന്ന്. എന്നിട്ട് ഈ 3 മറ്റു 3 ഓപ്പോസിറ്റാണ്. ആദ്യം എന്താ പറഞ്ഞത്? അത്യാഗ്രഹത്തിൽ ഞാൻ പെട്ടുപോകരുത് എന്ന്. അതെങ്ങനെ മാറ്റാം? ദാനധർമ്മങ്ങളിലൂടെ. അത്യാഗ്രഹത്തിന് ആർത്തിക്ക് നേരെ ഓപ്പോസിറ്റാണ് ദാനധർമ്മങ്ങൾ. ഇനി അധപ്പതിച്ച ചിന്താഗതിയിൽ ഞാൻ പെട്ടുപോകരുത്, അതിന് നേരെ ഓപ്പോസിറ്റാണ് തപസ്യ. നമ്മൾ അധപ്പതിച്ച ചിന്താഗതി എപ്പോഴാണ് വരുന്നത്? തപസ്യ ഇല്ലാതിരിക്കുമ്പോൾ, ജപിക്കാതിരിക്കുന്നു, 4 യമനിയമങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ അധപ്പതിച്ചു പോകും. എത്ര ലോജിക്കലാണ് നോക്കണേ. ഇനി ക്രോധത്തിന് അടിമപ്പെടരുതേ, ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കണേ. ക്രോധം നമുക്ക് എപ്പോഴാണ് വരുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ചൊന്നും അത് നടക്കാതെ വരുമ്പോൾ ക്രോധം വരും. അതായത് എന്തുകൊണ്ട് വരുന്നത്? സത്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്ക് വിധിച്ചില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായില്ലേ? എത്ര മനോഹരമാണ്. അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും ദാനത്തിലും തപസ്യയിലും സത്യത്തിലും ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാഗ്രഹം ഉണ്ടാകത്തില്ല, അധപ്പതനം ഉണ്ടാകത്തില്ല, ക്രോധം ഉണ്ടാകത്തില്ല. ഇത് കേട്ട ഉടനെ ധർമ്മരാജൻ ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഈ ഗുണങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ ഗുണങ്ങളുടെയൊക്കെ മൂർത്തിമത് ഭാവമാണ് നീ. പക്ഷെ എന്നാലും നീ ചോദിച്ചുകൊണ്ട് ഞാൻ അതും അനുഗ്രഹിക്കുന്നത്. എന്നിട്ട് ധർമ്മരാജൻ അപ്രത്യക്ഷമായി. എന്നിട്ട് ഈ പാണ്ഡവര് 5 പേരും അത്ഭുതത്തോടു കൂടി കുളത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ആ ബ്രാഹ്മണന്റെ യജ്ഞത്തിൻ്റെ സാമഗ്രികളുമായിട്ട് അവർ തിരിച്ചെത്തുകയാണ്. എങ്ങനെയുണ്ട് മഹാഭാരതം? സത്യം അല്ലേ? യുധിഷ്ഠിര മഹാരാജന്റെ ഓരോ രംഗം വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സുഖം അല്ലേ? എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? കമന്റ്സിൽ പറയും, നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യും അല്ലേ? അതായത് ഭീമന്റെ സാഹസികത, അർജുന്റെ സാഹസികത, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുമെങ്കിലും യുധിഷ്ഠിരന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അല്ലേ? വേറൊരു ലെവൽ, അത് ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഏതോ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് കിട്ടുന്നുണ്ട് അല്ലേ? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ഇനി നാളെ പാണ്ഡവർ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കാം. വിരാട് രാജ്യത്തിലേക്ക് പാണ്ഡവർ പോവുകയാണ്. അതാണ് നാളത്തെ അധ്യായം. പിന്നെ അടുത്ത അധ്യായം കീചകവധം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കീചകവധം ഇനി ഒരു അധ്യായം ദൂരെയാണ്, അത്രയേ ഉള്ളൂ. അന്നേരം നാളത്തെ അധ്യായത്തിൽ നമ്മൾ വിരാട് രാജ്യത്തിലേക്ക് പാണ്ഡവർ പ്രവേശിക്കുന്നു. നമുക്കും പോകാം വിരാട് രാജ്യത്തിൽ പാണ്ഡവരെ സഹായിക്കാൻ കൂട്ടത്തിൽ. നമ്മൾ 1 വർഷം അജ്ഞാതവാസം പാണ്ഡവരുടെ കൂട്ടത്തിൽ നാളത്തെ അധ്യായത്തിലൂടെ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കൂട്ടം കൂടി കീചകന് നല്ലൊരു പണി കൊടുക്കണം മറ്റൊന്നാണ് അധ്യായത്തിൽ. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ സത്സംഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസിലിടുക, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നിങ്ങൾ അടിയനെ സഹായിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, കമൻസിലിടുക, ഷെയർ ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്താൻ വേണ്ടിയാണ്. പിന്നെ എന്തു പറയുന്നത്,
വിരാട് രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കീചകവധം, അതിനുശേഷം കൗരവർ വിരാട് രാജ്യത്തെ ആക്രമിക്കുന്നു. പിന്നെ നമ്മുടെ ഗാണ്ഡീവധാരി അർജുൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ബൃഹന്നലയുടെ വേഷമൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് വരുന്നു. വിരാട് യുദ്ധത്തിൽ നല്ല പണി കൊടുക്കുകയാണ്. 8ന്റെ പണി കൊടുക്കുകയാണ് എല്ലാ കൗരവർക്കും. ആ വിരാട് യുദ്ധം. പിന്നെ ഒരു വർഷത്തെ അജ്ഞാതവാസം പൂർത്തീകരിച്ച് അവർ തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് എത്തുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂതന്മാരെ അയക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ആരുടെ പക്ഷത്താണെന്ന് തിരഞ്ഞെടുക്കുന്നു. ഹരി ബോൾ, ഹരി ബോൾ, ഹരി ബോൾ, ഹരി ബോൾ. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. സഹായം അഭ്യർത്ഥിച്ച് ദ്വാരകാനാഥന്റെ അടുത്ത് അർജുനും എത്തുന്നു, ദുര്യോധനും എത്തുന്നു. അതോടുകൂടി കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നു അല്ലേ. അതിനുശേഷം ശാന്തി പ്രസ്താവന. ഭഗവാൻ ശാന്തി ദൂതനായിട്ട് പോകുന്നു. പിന്നെ ദുര്യോധൻ ഭഗവാനെ ബന്ദിയാക്കാൻ നോക്കുന്നു. ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്നു. പിന്നെ കുരുക്ഷേത്ര യുദ്ധം. ഹരേ കൃഷ്ണ. ഇനി അങ്ങോട്ട് മഹാഭാരതം വളരെ വളരെ എക്സൈറ്റിംഗ് ആണ്. ഓക്കെ, നാളെ രാവിലെ നമുക്ക് ഭാഗവത്തിൽ കാണാം, ഭാഗവത തത്വങ്ങളിൽ. പിന്നെ ഇപ്പോഴേ ഞാൻ കുറച്ച് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എന്താണെന്നറിയാം, കാരണം നമ്മൾ പണ്ഡർപൂർ പോവുകയാണ്. പണ്ഡരിനാഥ് കീ ജയ്, വിട്ടൽജിയെ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് 24-ാം തീയതി രാവിലെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നാളെ സത്സംഗമുണ്ട്, 22-ാം തീയതി സത്സംഗമുണ്ട്, 23-ാം തീയതി സത്സംഗമുണ്ട്. 24, 25, 26 ദിവസങ്ങളിൽ ചിലപ്പോൾ സത്സംഗം കാണത്തില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 29-30-ാം തീയതി ആകും വൃന്ദാവനത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അന്നേരം ഈ വൃന്ദാവനത്തിൽ നിന്നായിരിക്കും നമ്മുടെ അടുത്ത സത്സംഗം. അതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് വരും, വിഷമിക്കരുത് കേട്ടോ. അധികം ലേറ്റാക്കാതെ നമുക്ക് വീണ്ടും ചർച്ചകളിലേക്ക് കടക്കാം. സത്യം, ഈ മെനഞ്ഞാന്ന് ഏതോ ഒരു ഭക്ത എങ്ങനെയൊക്കെയോ എൻ്റെ നമ്പർ തപ്പി പിടിച്ചിട്ട് വിളിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ ഹരേ കൃഷ്ണ, എന്താ സത്സംഗം എടുക്കാത്ത? ഒന്നും മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന്. അതായത് മെനഞ്ഞാന്നോ ഇന്നലെയൊക്കെ സത്സംഗം ഇല്ലായിരുന്നല്ലോ. അന്നേരം ഞാനത് വിട്ടുപോയി. അന്നേരത്ത് പറഞ്ഞു എനിക്ക് ഫേസ്ബുക്കിൽ സത്സംഗം കിട്ടുന്നില്ല. അന്നേരം മാതാജിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാനാണ് സത്സംഗം എടുക്കുന്നത്. അത് വേറെ ആരോ ഫോൺ എടുക്കുന്നത്. സ്വാമിജി എന്താ സത്സംഗം ഇടാത്തത്? എൻ്റെ ഫോണിൽ എന്തോ പ്രശ്നമാണോ? എനിക്ക് സത്സംഗം കിട്ടുന്നില്ല. ഇന്നലെ വൈകിട്ടും കിട്ടിയില്ല, ഇന്ന് രാവിലെ കിട്ടിയില്ല. പാവം. അന്നേരം ഞാൻ പറഞ്ഞു ഇന്നലെ സത്സംഗം ഇല്ലായിരുന്നു, ഇന്ന് രാവിലെ ഇല്ലായിരുന്നു. ഓ അതായിരുന്നല്ലേ, ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. സത്സംഗം ഇല്ലായിരുന്നു വിചാരിച്ചു, അല്ല സത്സംഗം എനിക്ക് കിട്ടാത്തതാണെന്ന് വിചാരിച്ചു. ഇനി ഫോണിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ വിചാരിച്ചു. ഒരുപാട് സന്തോഷം നിങ്ങൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഭാഗവത തത്വങ്ങളും മഹാഭാരതവും ഒക്കെ ശ്രദ്ധയോട് കേൾക്കുന്നു എന്നറിഞ്ഞതിൽ അന്നേരം ഒരുപാട് സന്തോഷം. അന്നേരം നമ്മൾ നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് കാണാം കേട്ടോ. അന്നേരം 2-3 ദിവസം കൂടെ സത്സംഗമുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 3-4 ഡേയ്സ് 5 ഡേയ്സിൻ്റെ ഗ്യാപ്പ് വരും. എല്ലാവരും ഇതിനു മുമ്പേ ഉള്ള സത്സംഗം ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പണ്ഡർപൂരിൽ പോവുകയാണ് വിട്ടലിനെ കാണാൻ, ഒരു കൂട്ടം ഭക്തരുമായിട്ട്. അവിടെ കുറച്ച് സത്സംഗം, പിന്നെ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിലിടാം. പിന്നെ വൃന്ദാവനത്തിൽ എത്തിയിട്ടായിരിക്കും അടുത്ത സത്സംഗം കേട്ടോ. എല്ലാവരും നന്നായി ജപിക്കുക, ഭഗവാന്റെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഈ ലൈവിൽ വരുന്നതാണ് അടിയനൊരു പ്രചോദനം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. എൻ്റെ ജീവിതം സാർത്ഥകമായെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഗുരുവിന് വേണ്ടി ഒരു ഗുരുദക്ഷിണയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ സത്സംഗമൊക്കെ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് കാണാം. ഹരേ കൃഷ്ണ. पांडव भक्त वृंद की, युधिष्ठिर महाराज की, द्रौपदी मैया की, भीमसेन की, अर्जुन की, नकुल सहदेव की, कुंती मैया की. हरे कृष्ण. श्री कृष्ण भगवान की, श्रीमती राधा ठाकुरानी की जय, प्रभुपाद जी की जय, गुरु महाराज की जय.